നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് വചനം ജഡമായി തീർന്ന കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവി, യേശുവി, അവിടുത്തെ നിറഞ്ഞ സ്ഥാനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതെ കർത്താവി, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. അവിടുത്തെ ഹൃദയത്തിൽ ഞങ്ങളോടുള്ള വചനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതല്ലോ കർത്താവി, ഞങ്ങളെ ആശ്വസിപ്പിക്കാനും ഞങ്ങളെ വഴി നടത്തുവാനും തിരുത്തുവാനും ഉത്സാഹിപ്പിക്കുവാനും കർത്താവി എല്ലാം അവിടുന്ന് വെമ്പുന്ന ഒരു ഹൃദയമുള്ള നല്ലൊരു പിതാവായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സർവ്വസ്യ പിതാവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവിവചനത്തിന് മുമ്പാകെ ഇരിക്കുന്ന സമയം അത് ആ ഒരു ജാഗ്രതയോടെ, ആ ഒരു റെസപ്റ്റീവായിട്ട് കർത്താവെ അരുളി ചെയ്യണമേ, അടിയും കേൾക്കുന്നുവെന്ന് സമൂഹ ബാലകൻ പറഞ്ഞതുപോലെ കർത്താവെ ആ ഒരു റിസപ്റ്റീവായിട്ട് കർത്താവെ കേൾക്കുവാനുള്ള വലിയൊരു ആഗ്രഹത്തോടെ വാഞ്ചയോടെ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണേ. ഞങ്ങളെ പ്രായോഗികമായ ജീവിതത്തിലേക്ക് കർത്താവെ അതൊരു വെളിപ്പാടായിട്ട് ഞങ്ങൾക്കൊരു അനുഭവമായിട്ട് ഈ വാക്യങ്ങൾ ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉത്സാഹിപ്പിക്കണം. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തുന്നില്ല, യേശുവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മൾ വെളിപാട് പുസ്തകം ഇപ്പം 21 അധ്യായത്തിന് അവസാനത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുകയും സാക്പനം ബ്രദറിന്റെ അന്തിമവിജയം പുസ്തകത്തിലെ അതിന്റെ കറസ്പോണ്ടിങ് പോർഷനൊക്കെ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തു. അപ്പം അവസാനത്തെ വാക്യങ്ങളിൽ നമ്മളിപ്പം എവിടെ ഉള്ള അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിഞ്ഞ് ഏറ്റവും അടുത്തു. ഇനിയിപ്പോൾ എതിർക്രിസ്തു വെളിപ്പെടും, എതിർക്രിസ്തു എൻ്റെ പിന്നെ മഹോപദ്രവം സഭാതിലൂടെ കടന്നു പോകുന്നു, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, കർത്താവ് അർമ്മഗദോൻ യുദ്ധത്തിൽ എതിർക്രിസ്തുവിനെയും സൈന്യത്തെയും എല്ലാം നാമാവിശേഷമാക്കുന്നു, കർത്താവ് ഭരണം സ്ഥാപിക്കുന്നു, 1000 വർഷക്കാലം ഭരണം. 1000 വർഷക്കാലം ഭരണത്തിന്റെ തുടക്കത്തിൽ കർത്താവ് തന്റെ മക്കൾക്ക് പ്രതിഫലം നൽകുന്നു. 1000 വർഷക്കാലം ഭരണം, ആ ഒരു കർത്താവിനോട് നമ്മൾ ഇന്ന് എത്ര വിശ്വസ്തരായിരിക്കുന്നു, ആ വിശ്വസ്തയുടെ ഒരു അളവിൽ നമുക്ക് കിട്ടിയ വെളിച്ചത്തിനനുസരിച്ച് കർത്താവ് കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കുന്നൊക്കെ ലൂക്കോസ് എവിടെ പറയുന്നത്? ടു ഹിം മോർ ഇസ് ഗിവൺ, മോർ വിൽ ബി ആസ്ഡ്. ലൂക്ക് 12:48. അതെ, 12:48 എങ്ങനെ ഓർക്കുന്നേ? 12 × 4 എത്ര? 48. അപ്പം അങ്ങനെ ലൂക്ക് 12:48 വാക്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പം എന്നെ കേൾക്കുന്നവര് അത് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ബൈബിൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഒരു നോട്ട്ബുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സാക്ബറിൻ്റെ അതിമവിജയം പുസ്തകം നിങ്ങളെ മിക്കവരുടെയും കയ്യിൽ അത് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയും ഏതെങ്കിലും ഒരു വചനത്തിന് റെഫറൻസ് പറയുമ്പോൾ ആദ്യം ആ വചനം അങ്ങ് നോട്ട് ചെയ്തെടുത്ത് പിന്നെ അത് നമ്മുടെ ബൈബിളിൽ തന്നെ അതൊന്ന് എടുത്ത് നോക്കാൻ സാവകാശം കിട്ടുന്നത് പോലെ അത് എടുത്ത് നോക്കി ആ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ ഉറപ്പിക്കാനും കേൾക്കുന്ന ഒന്നും അത് ഒന്നും വിട്ടുപോകാതെ കർത്താവെ അവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്നതൊക്കെ എന്നോട് സംസാരിക്കണം എന്നുള്ളൊരു ദാഹത്തോടെ നമ്മളിരുന്ന് കർത്താവ് നമ്മളോട് ഹൃദയമായിട്ട് സംസാരിക്കുകയും നമ്മളെ ദൈവം നമുക്കത് നമ്മളെ എന്തായാലും മെനക്കെട്ടിരിക്കുന്നത് നമുക്കത് ഏറ്റവും പ്രയോജനകരമാക്കുന്ന ഒരു സമയമാക്കി അത് മാറ്റും. അപ്പം കൂടുതൽ കിട്ടിയതിനോട് കൂടുതൽ ചോദിക്കുമ്പോൾ ആ വിശ്വസ്തയ്ക്ക് അനുസരിച്ചായിരിക്കും കർത്താവ് പ്രതിഫലം നൽകുന്നത്. അതിനുശേഷം 1000 വർഷക്കാലം ഭരണം. 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം എന്താ അതിനുശേഷം സാത്താനെ അപ്പോഴുള്ള പല മനുഷ്യരെയും വീണ്ടും വഞ്ചിക്കുകയും ദൈവത്തിനെതിരെ തിരികുകയൊക്കെ ചെയ്യുന്ന രംഗമൊക്കെ നമ്മൾ വെളിപാട് 20 അധ്യായത്തിൽ അതിൻ്റെ 9ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് വെളിപാട് 20:10 ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്താ? വെളിപാട് 20:10 സാത്താൻ്റെ അന്തിമമായിട്ടുള്ള അവൻ്റെ സ്ഥാനം, ഹിസ് ഫൈനൽ ഡൂം. അവൻ എങ്ങോട്ടായി പോകുന്നേ? അവനിപ്പം അണയാൻ പോകുന്ന തിരി ആളിക്കത്തുന്ന പോലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്ന് അവന് തോന്നുന്നു എന്ന് സാത്താനെ, നിന്റെ പതനം ദേ ആ തീപ്പൊയ്കയിൽ ബ്ലും എന്ന് പറഞ്ഞു പോയി, നീ വീഴാൻ പോവാണ് എന്ന് നമ്മളെ വിശ്വാസികൾ ഇന്നേ കണ്ടുകൊണ്ട് സാത്താനെ ജയിച്ചവരായിട്ട്, ലോകത്തെ ജയിച്ചവരായിട്ട്, ജഡത്തെ ജയിച്ചവരായിട്ട് ജീവിക്കാനൊക്കെ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സാത്താൻ നമ്മുടെ ഭൂതകാലത്തെ ഓർപ്പിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ സാത്താനോട് പറയണം, നിന്റെ ഭാവി കാലം ഞാനിപ്പം പറഞ്ഞുതരാം, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വെളിപാട് 20:10 റെഫറൻസ് പറഞ്ഞു കൊടുക്കുക. 20:10 വെളിപാട് 20:10 അവന് തീപ്പൊയ്കയിൽ അവന് അപ്പുറം ഇപ്പുറമുള്ള കൂട്ടാളികളായിട്ട്, അവന് നിത്യ കൂട്ടാളികളായിട്ട് ആരാ ഉള്ളത്? നമ്മളിപ്പം കർത്താവ് നമ്മുടെ നിത്യ കൂട്ടാളിയായിട്ടുണ്ടെന്ന് നമ്മളിപ്പം പാടി ഈ സാത്താൻ്റെ നിത്യ കൂട്ടാളിയായിട്ട് അവിടെ കൂട്ടാളി എന്ന് പറയുമ്പോഴും അവിടെ നരകത്തിൽ അവര് കൂടെ ഉള്ളവരും ഭയങ്കര ശത്രുക്കളെ പോലെ ആയിരിക്കും. എന്നുവെച്ചാൽ അവിടെ ദൈവത്തിന് കരുണയില്ല. അവരുടെ തനി സ്വഭാവം എന്ന് പറഞ്ഞാൽ ശത്രുതയും ഈർഷ്യയും പിണക്കവും വിദ്വേഷവും പരാതിയും പിറുപിറുപ്പും അങ്ങനെയുള്ള ആ ഒരു വല്ലാത്തൊരവസ്ഥ. അത് അതുപോലെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ആ നരകാവസ്ഥ. ഇപ്പം അങ്ങനെ
കൂട്ടാളി എന്ന് പറയുമ്പോൾ കൂടെ അവരുണ്ട്, പക്ഷേ അതുപോലെ വല്ലാത്ത ഒരു ദൈവത്താൽ കൈവിടപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ ഈ ഒരു നരകം മാത്രമേ ഉള്ളൂ. അത്രമാത്രം ഭയാനകമാണ് ആ നരകം. അത് കെടാത്ത തീയും ചാവാത്ത പുഴു എന്നൊക്കെ കൃത്യം മർക്കോസ് 9 പറയുമ്പോൾ അതൊരു ആലങ്കാരികമായ ഭാഷയില്ല, എന്നാൽ അതുപോലെ അതിനെക്കാട്ടിലും പ്രയാസമുള്ള എന്തോ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളതെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ നാം തന്നെ എപ്പോഴും ഒരു നല്ല മനസ്സാക്ഷിയിൽ, നിർമ്മല മനസ്സാക്ഷിയിൽ കർത്താവിനോടുള്ള ഒരു സജീവമായ ബന്ധത്തിൽ നമ്മൾ എപ്പോഴും ആയിരിക്കുകയും മാത്രമല്ല മറ്റുള്ളവരെയും നമ്മൾ വിശ്വാസത്തിലേക്ക് ആയിരിക്കുന്നവരെ അതിനായിട്ട് ഒരു കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കുകയും ഇനിയും വിശ്വാസത്തിലേക്ക് വരാത്തവർക്ക് കർത്താവെ അങ്ങ് ആരെയൊക്കെ മുൻനിർണയിച്ചിട്ടുണ്ടോ അവരെല്ലാം കർത്താവിലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവ് എന്നാലാവും വിധം കർത്താവ് ഞാൻ അവിടത്തേക്ക് അവൈലബിൾ ആണ്. അവിടുത്തെ ആ ഒരു സത്യസുവിശേഷം കർത്താവെ അങ്ങേ ഉയർത്തുവാനുള്ള ഏതൊരു കർത്താവ് അങ്ങ് തരുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി കർത്താവ് അനേകരെ ഈ തീയിൽ നിന്ന് വലിച്ചെടുക്കാനൊക്കെ എൻ്റെ ഈ ചെറു ജീവിതം കൊണ്ട് സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അങ്ങനെ നിത്യനരകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് കൂട്ടാളികളായിട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറം ആരൊക്കെ ഉള്ളത്, എതിർ ക്രിസ്തു, കള്ളപ്രവാചകനും അപ്പുറം ഇപ്പുറം കാണുന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ വെളിപാട് 20:10 കണ്ടു. അതിനുശേഷം പിന്നെ അവിശ്വാസികളുടെ ന്യായവിധി, ജീവന്റെ പുസ്തകത്തിലെ പേരെഴുതിയിട്ടില്ലാത്തവരൊക്കെ എങ്ങോട്ടായിരിക്കും, തീപ്പൊയ്കയിലായിരിക്കും അവരുടെ ഫൈനൽ ലൊക്കേഷനിൽ നമ്മളവിടെ വെളിപാട് 20-ന്റെ 15 നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം വെളിപാട് 21 എല്ലാം പുതുതായി, പുതിയ ആകാശം പുതിയ ഭൂമി. ഇപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം അങ്ങ് പുതിയൊരു പ്രപഞ്ചമായി തീരുന്നു. പുതിയൊരു ഭൂമി, പുതിയ ആകാശം എന്ന് പറഞ്ഞാൽ ആകാശം, ഹെവൻസ് എന്നുള്ള ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ, ഈ വിസിബിൾ യൂണിവേഴ്സിനെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ട് ഫസ്റ്റ് ഹെവൻ, അത് ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ട് നമ്മൾ സങ്കീർത്തനം 19:1 സങ്കീർത്തനം 8:3 ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് പുതിയൊരു പ്രപഞ്ചമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമാണ് ഈ സഹസ്രാബ്ദ വാഴ്ചയും ന്യായവിധി കാര്യങ്ങളുമല്ല. അതിനുശേഷം കർത്താവിൻ്റെ കല്യാണം, കുഞ്ഞാടിൻ്റെ കല്യാണം, അതിന് കാന്തയായിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം ഇന്ന് ആഹ്വാനം ചെയ്യുന്നത്. കാന്തയുടെ ഭാഗമായി തീരുവാനായിട്ട് കല്യാണത്തിന് വിളിക്കപ്പെട്ടവരും ഉണ്ട്, എന്നാൽ കാന്തയായി തീരുന്നവർ ഉണ്ട്. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ വീണ്ടും ജനിച്ച വിശ്വാസികൾ തന്നെ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആയി പോകരുത് നമ്മൾ, മറിച്ച് കാന്തയുടെ ഭാഗമായി തീരണം. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ലോകത്തെ ജയിക്കുന്നവർ, നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ എന്ന് പറയുമ്പോൾ ദൈവത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ ജയിക്കുവാനും കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതം കൊണ്ട് ജീവനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ, അതാണ് ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും വീഴ്ചകൾ താഴ്ചകളൊക്കെ നമുക്ക് ഉണ്ടാകാം, പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ കർത്താവെ അവിടെ വീണടുത്ത് കിടന്ന് ഉരുളാതെ കർത്താവ് നമ്മൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കർത്താവിനോട് പറ്റിച്ചേരുന്ന ആ ഒരവസ്ഥ. അങ്ങനെ കർത്താവിനോട് ഇന്ന് പറ്റിച്ചേരുന്നവരാണ് അന്നും കർത്താവിനോട് പറ്റിച്ചേർന്ന് അന്നവിടെ പുത്തൻ യെരൂശലേമായിട്ട് കാണപ്പെടുന്നത്. ഈ കാന്തയെ ഒരു നഗരത്തോട്, ഒരു സിറ്റിയോട് ഉപയോഗിച്ചിരിക്കുക. ആ സിറ്റിയുടെ പേരാണ് ന്യൂ ജെറുസലേം, പുത്തൻ യെരൂശലേമിൻ്റെ വർണ്ണനയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ മതിലിൻ്റെ അടിസ്ഥാനത്തിൻ്റെ കാര്യം, മതിലെന്ന് പറയുമ്പോൾ അത് പ്രായോഗികമായിട്ട് എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. മതിലെന്ന് പറയുമ്പോൾ ഒരു സെപ്പറേഷനാണ്, വേർപാട്. അതായത് ലോകത്തിൻ്റെ ഒരു ഗതിയുണ്ട്. ലോകത്തിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. 1 യോഹന്നാൻ 2:16 കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. മണി, ഓണ, പ്ലഷേഴ്സ്, പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, ഇതാണ് ലോകത്തിന് ഒരു മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ ദൈവത്തിന് മുമ്പാകെ അറപ്പുളവാക്കുന്ന കാര്യമാണെന്നാണ് ലൂക്കോസ് 16:15 നമ്മൾ വായിക്കുന്നത്, ലൂക്ക് 16:15 നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ ലോകത്തിൻ്റെ ആ ഗതിയോട് വേർപെട്ടിട്ടുള്ള ഒരു കൂട്ടമാണ് സഭയെന്ന് പറയുന്നത്. ഇന്ന് സഭയെന്ന് പറയുന്ന പലയിടങ്ങളിലും അത് അടിപിടിയും പലതരത്തിലുള്ള വഴക്കും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ സഭ ഏതാ ലോകത്തിൽ ഇവരെക്കാണ്ട് ഭേദപ്പെട്ട ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. അതുപോലെയൊക്കെയുള്ള പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷൻസ് സഭയെന്ന് പറയുന്ന തരത്തിലുള്ള പല സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരാരും കല്ലെറിയാനല്ല, നമ്മളതിനെ വിധിക്കാനും വിവേചിക്കാനും ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരെ ഒഴിഞ്ഞു നിൽക്കാനും നിർമ്മല ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവരോട് ചേർന്ന് നിൽക്കാനും ഒക്കെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരെ ഒഴിഞ്ഞു നിൽക്കണമെന്ന് എവിടെ പറയുന്നത്? 2 തിമോത്തിയോസ് 3:5 പറയുന്നത്. ഞാൻ ആ വാക്യത്തിലോട്ടൊന്നും പോകുന്നില്ല, അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ. 2 തിമോത്തിയോസ് 3:5. ഭക്തിയുടെ വേഷം മാത്രമുണ്ട്, ഒരു ശക്തി ഇല്ലാത്തവർ നമ്മളങ്ങ് ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അവരെ ഒഴിഞ്ഞു നിൽക്കണം, അവരെ വെറുക്കണം എന്നല്ല, അവരുടെ ഇൻഫെക്ഷൻ നമുക്ക് കിട്ടാതെ നോക്കണം. എന്നാൽ പിന്നെ ആരോടാണ് നമ്മൾ ചേർന്ന് നിൽക്കണ്ടേ?
അതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട്. അതേ 2 തിമോഥെയോസ് 3:5 തൊട്ട് മുമ്പ് കുറച്ച് വാക്യങ്ങൾ മുമ്പ് 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ പിന്തുടരുന്നവർ, നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരോടുകൂടി വേണം നിങ്ങൾ നീതിയും വിശ്വസ്തയും വിശ്വാസവും നീതിയും വിശ്വാസവും സ്നേഹവും ഒക്കെ പിന്തുടരാനെന്ന് അവിടെ 2 തിമോഥെയോസ് 2:22 വാക്യത്തില്ല. ആ വാക്യം ഓർക്കാൻ എളുപ്പം. 2 യവന മുഖങ്ങളെ വിട്ടോടുവാൻ പറഞ്ഞിട്ട് ആരുടെ കൂടെ നമ്മൾ ഇതെല്ലാം കർത്താവിൻ്റെ ഞാൻ ആ 2 തിമോഥെയോസ് 2:22 അങ്ങ് വായിക്കാം. 2 തിമോഥെയോസ് 2:22 അങ്ങനെയുള്ളവരോടുകൂടി വേണം നമ്മൾ അവിടെ ഒരു വേർപാടുണ്ട്. ബാക്കിയുള്ളവർ നമ്മൾ വെറുക്കുന്നു എന്നുള്ളതല്ല, എന്നാൽ നിർമ്മല ഹൃദയത്തോടെ 22-ാമത്തെ വാക്യം യൗവനമോഹങ്ങളെ വിട്ട് ഓടി. 2 തിമോഥെയോസ് 2:22 യൗവനമോഹങ്ങളെ വിട്ട് ഓടി. പിന്നെ എന്ത് ചെയ്യണം? വിട്ട് ഓടിയിട്ട് എങ്ങോട്ട് പോകണം? എങ്ങോട്ടാ ഓടേണ്ടത്? നമ്മൾ എങ്ങോട്ടാ പിന്തുടരണ്ടേ? യൗവനമോഹങ്ങൾ അവിടെ ആണെങ്കിൽ നമ്മൾ അത് വിട്ട് ഓടി എങ്ങോട്ടാ നമ്മൾ ഏത് ഡയറക്ഷനോട്ടാണ് ഓടണ്ടേ എന്ന് ചോദിച്ചാൽ നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക എന്നുള്ള പരിഭാഷ പൂർണ്ണമായും തെറ്റാണ്. നമ്മൾ ഈ ചില ബൈബിൾ ക്വിസിനൊക്കെ നിങ്ങളുടെ ഉത്തരം പൂർണ്ണമായും തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആചരിക്കുക എന്നുള്ളത് പിന്തുടരുക എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഡയാക്കോ എന്നുള്ളൊരു ഗ്രീക്ക് പദമാണ്. പെർസ്യൂ, അത് ആചരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളെന്തോ ചടങ്ങ് ആചരിക്കുന്ന പോലെ ഒരു അർത്ഥം ആണ് നമ്മൾ സാധാരണ ആ വാക്കിനുള്ളത്. മേ ബി ആചരിക്കുക, പിന്തുടരുക എന്നുള്ളൊരു അർത്ഥത്തിലായിരിക്കും ആചരിക്കുക എന്നൊരു അർത്ഥം അന്നത്തെ സത്യവേദ പുസ്തകം, അന്നത്തെ പഴയ മലയാളത്തിൽ അവരെ പരിഭാഷപ്പെടുത്തിയിരിക്കാം. പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ ആചരിക്കുക എന്നുള്ളതിനെക്കാളും ഡിയോക്കോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റൺ സ്വിഫ്റ്റ്ലി ഇൻ ഓർഡർ ടു ക്യാച്ച് എ പേഴ്സൺ ഓർ തിങ്. അതാ ഡിയോക്കോ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. ഡിയോക്കോ, റൺ സ്വിഫ്റ്റ്ലി, അതതിൻ്റെ ഗ്രീക്ക് വാക്ക്. വേഗത്തിൽ ഓടി എന്തോ ഒരാളെയോ എന്തെങ്കിലും ഒരു സംഭവത്തെ നമ്മൾ പിടിക്കാൻ വേണ്ടി വേഗത്തിൽ ഓടുന്നതിന് പറയുന്നൊരു വാക്ക് ഡിയോക്കോ. അങ്ങനെയുള്ളൊരു വാക്ക്. ആ പൊസ്യൂ, പിന്തുടരുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഓരോരുത്തരുടെ അന്നനട മാതിരി എന്ന് പറയുമല്ലോ, ഇങ്ങനെ ആക്കാനും വേണ്ടി ഓക്കാനിക്കുന്നവണൊക്കെ എന്തെങ്കിലും ഇങ്ങനെ അനങ്ങിയും താങ്ങിയും തൂങ്ങിയുള്ളതല്ല, മറിച്ച് ഉത്സാഹത്തോടെ ആ ഒരു എന്തോ ഒരു ഇപ്പം ഒരു ബസ് ബസ് ഇപ്പം അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ബസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഓടി ചെന്ന് കയറി. ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓടി ചെന്ന് കയറരുത്, പക്ഷേ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുക. അതുപോലെ ആ ഒരു വെപ്രാളത്തിൽ ചെന്ന് അതുപോലെ ആ ഒരു ഏർജൻസി. അപ്പം ഞാൻ പറയുന്നത് എന്താ, ഒരു പെർസ്യൂ. അപ്പം അത് എന്താ ഇവിടെ നമ്മൾ വായിക്കുന്നത്? കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും കൂടി സമാധാനവും പിന്തുടരുക. പെർസ്യൂ. എന്തൊക്കെയാണ് പിന്തുടരേണ്ടത്? റൈച്ചസ്നെസ്, നീതി പിന്തുടരണം. ആ ഒരു നീതി, കർത്താവിൻ്റെ സ്വഭാവമാണ് നീതി. ന്യായവും നീതിയും, ഏറ്റവും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പണവിഷയത്തിലും ബാക്കി ഓരോ കാര്യങ്ങളിലും ഒക്കെയുള്ള സത്യസന്ധതയും ന്യായവും നീതിയും, പിന്നെ കർത്താവിൻ്റെ സ്വഭാവത്തെ എല്ലാം ആകമാനം കുറിക്കുന്ന ഒരു വാക്കാണ് നീതി. കർത്താവിൻ്റെ നീതി. നീതി പിന്തുടരണം, വിശ്വാസം പിന്തുടരണം. വിശ്വാസവും വിശ്വസ്തതയും, പിസ്റ്റസ് എന്നുള്ള വാക്ക് വിശ്വാസം എന്ന് വിശ്വസ്തത ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വാസം പിന്തുടരണം. പിന്നെന്താ? സ്നേഹം, സമാധാനം. അപ്പം നമ്മൾ മലയാളം വായിക്കുമ്പോൾ നീതിയും വിശ്വാസവും സ്നേഹവും, പിന്നെ ശുദ്ധഹൃദയത്തോടെ എല്ലാവരോടും കൂടെ സമാധാനവും ആചരിക്കുക എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞ് ഇങ്ങനെയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. നീതിയും അതായത് ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ്. ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും കൂടെ വിശ്വാസവും, എല്ലാവരോടും കൂടെ നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവും പിന്തുടരുക. ഇതെല്ലാം ശുദ്ധഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ കൂടെ പിന്തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. പെർസ്യൂ മലയാളം പരിഭാഷയിൽ ആ ഒരു ചെറിയൊരു ഇതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയത്. പെർസ്യൂ ഇതെല്ലാം റൈച്ചസ്നെസ്, ഫെയ്ത്ത്, ലവ്, പീസ് ആരോടുകൂടെ? വിത്ത് ദോസ് ഹു കോൾ ഓൺ ദ ലോർഡ് ഫ്രം എ പ്യുവർ ഹാർട്ട്. നിർമ്മല ഹൃദയത്തോടെ. അപ്പോൾ ആരോ ഒരു സാധനോട് ചോദിച്ചു, നിർമ്മല ഹൃദയത്തോടാണ് ഇവർ പിന്തുടരുന്നത് എങ്ങനെ അറിയുന്നത്? അപ്പോൾ നമ്മുടെ സാക്ബാറിനോട് ഇതിന് പണ്ട് ആരോ ചോദിച്ചത് ഇങ്ങനെ ഏതൊരു മെസ്സേജിൽ പറഞ്ഞ് ഇവരൊക്കെ നിർമ്മല ഹൃദയത്തോടാണ് പിന്തുടരുന്നത് എങ്ങനെ അറിയുന്നത്? അപ്പോൾ പറഞ്ഞ് ഹൃദയം നിറഞ്ഞ കവിയെന്നാണല്ലോ വായ സംസാരിക്കുന്നത്. ഇപ്പം ഇവരുടെ കോൺവെർസേഷൻ എന്താണ്? ഇപ്പോഴും ഇവർ ഓരോ ലോകകാര്യങ്ങളും പരദൂഷണവും അതും ഇതൊക്കെ ആയിട്ടൊക്കെയുള്ള വർത്തമാനവും എല്ലാവരും ചൊറിയും വർത്തമാനവും അതൊക്കെയാണെങ്കിൽ അവരുടെ ഹൃദയത്തിലുള്ള അതാന്ന് മനസ്സിലാക്കുക. ഇന്ന് അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തോടുള്ള സ്നേഹവും ദൈവമക്കളുള്ള സ്നേഹവും ദൈവികമായിട്ടുള്ള കാര്യങ്ങളും ആ ഒരു
ആ ഒരു ആർദ്രതയും ഊഷ്മളതയും സ്നേഹവും ആ ഒരു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് അവരുടെ വാക്കുകളിൽ വരും. അപ്പം അങ്ങനെ ശുദ്ധഹൃദയത്തോടെ ചേർന്ന് പിന്തുടർന്നവരുടെ കൂടെ വേണം ചെയ്യാൻ. പിന്നെ ആരെയൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യം അതിൻ്റെ തൊട്ട് താഴെ നമ്മളിപ്പം 3-5 ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ ഉള്ളവരായിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ വിട്ടൊഴിയണം എന്നുള്ളവർ. ചിലരുടെ കൂടെ വേണം, ചിലരുടെ കൂട്ടായ്മ ആചരിക്കണം, മറ്റുള്ളവരുടെ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മുടെ അവിടെ. അങ്ങനെ അങ്ങനെ അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്തുവാ സെപ്പറേഷൻ വാൾ, നമ്മുടെ എരുസലേമിൻ്റെ സെപ്പറേഷൻ. ഒരു വാൾ നമ്മുടെ കൂട്ടുകാര്, നമ്മളിപ്പോൾ കോളേജിലും ക്യാമ്പസിലും ഒക്കെ ആയിരിക്കും. ഇപ്പം നമുക്ക് ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടുകാരെ. അത് പറഞ്ഞതുപോലെ ഷോ മീ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഐ വിൽ ടെൽ യു വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ യു ആർ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെ അത് കാണിച്ചു അപ്പം നിങ്ങൾ എങ്ങനെയുള്ള ആളാന്നുള്ള കാര്യം പറഞ്ഞു തരാം. ശരി, എന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ കൂട്ടുകാർ ശരിയാണ്, ഏറ്റവും വലിയ വിശുദ്ധന്മാരൊന്നും നമ്മുടെ കോളേജിലോ ക്യാമ്പസിലോ ഒന്നും കാണത്തില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ജോലി സ്ഥലം, ഇപ്പം നമ്മളിപ്പോൾ ആശുപത്രിയിലോ അല്ലെങ്കിൽ നമ്മളിപ്പം വേറെ ഓഫീസിലോ സ്കൂളിലോ വേറെ പലയിടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ യുനോ അറ്റ്ലീസ്റ്റ് വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പക്ഷേ വിടുജനം പ്രാപിച്ച ഒരു കർത്താവിനെ ശിഷ്യത്തിൻ്റെ മാർഗത്തിലുള്ളവർ, അതുപോലൊരു കർത്താവിൻ്റെ മാർഗത്തിൽ പോകുന്നവർ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പഠന സ്ഥലത്തോ ഒന്നും കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ട് യുനോ അവർ ചിലർ ഇതൊക്കെ പറയും, പക്ഷെ ഭക്തിയുടെ വേഷമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ളവർ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. ചിലർക്ക് വലിയ ഈ ഭക്തിയും കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ കാര്യം എടുത്ത് വരുമ്പോൾ അവർ ഭയങ്കര അത് ഒരു കർത്താവിൻ്റെ ഒരു ഗുണഗണങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിപ്പം വായിച്ചതുപോലെ ഒഴിഞ്ഞു നിൽക്കണം. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മുടെ തെറ്റിലോട്ടോ അല്ലെങ്കിൽ ലോകമൈത്വത്തിലോട്ടോ ഒന്നും കറപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ആൾക്കാരോട് വേണം ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു മനസാക്ഷിക്കുത്തും ആ ഒരു അപ്രൈറ്റ്നെസ്സും ഒക്കെ ഉള്ളവരോട് വേണം നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പരിധിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പെങ്കിലും നമുക്ക് ആകാവുള്ളൂ. സോ ദാറ്റ് അവരെ നമുക്ക് കർത്താവിലേക്ക് നേടാനും അവർ നമ്മളെ ലോകത്തിലേക്ക് വലിച്ചഴിക്കുന്നു തോന്നുവാണെങ്കിൽ നമ്മൾ അത്ര ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ തൊഴിൽ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലും എല്ലാം അതുപോലുള്ളൊരു സെപ്പറേഷൻ മതിൽ ഉള്ളവർ, അങ്ങനെയുള്ള ഒരു കൂടിച്ചേരുമ്പോഴേ സഭയിലും ആ മതിൽ ഉണ്ടാകത്തുള്ളൂ. സഭയിൽ എന്തെങ്കിലുമൊക്കെ കുറേ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മതിലുണ്ടാവത്തില്ല. മറിച്ച് സഭയിലുള്ള ഓരോരുത്തരും ആ ഒരു ലോകത്തിൽ നിന്നുള്ളൊരു വേർപാട് ആചരിക്കുമ്പോഴാണ് സഭയ്ക്കും ആ ഒരു മതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മതിൽ ഉള്ളവരാണ് ആരുടെ ഭാഗമായി തീരുന്നത്? കാന്തയുടെ ഭാഗമായി തീർന്നു. ലോകത്തിൻ്റെ കൂടെ ആടിപ്പാടി അവരുടെ ആ ഒരു ലോകമൈത്വത്തിൽ അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവർ, അവർ പിന്നെ വിശ്വാസത്തിൽ തന്നെ ചിലപ്പം വീണ് പോകുമായിരിക്കും. ഇനിയിപ്പോൾ അവസാനം മനസ്സാന്തരപ്പെട്ടെങ്ങാണ് അവസാനം അവിടെ കാണപ്പെട്ടാൽ തന്നെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അങ്ങ് അവസാനം വേണം പോയിരിക്കുക എന്നുള്ളൊരു സ്വർഗത്തിൽ അങ്ങ് 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 കയ്യാലെ പുറത്ത് തേങ്ങ മാതിരി എന്നോ ഇങ്ങോട്ട് വീണു ഭാഗ്യം എന്നുള്ള രീതിയിൽ അങ്ങനെ ആയിരിക്കാനാണോ നമ്മൾ നിത്യത മുഴുവൻ അങ്ങനെ ആയിരിക്കാനാണോ നമ്മളുടെ ആഗ്രഹം? അതോ കർത്താവ് എനിക്ക് അങ്ങയോട് ഏറ്റവും ചേർന്നിരിക്കണം. അപ്പം അതാ ഈ കാന്തയുടെ മതിലിൻ്റെ കാര്യമൊക്കെ നമ്മൾ വായിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ പ്രത്യേകിച്ച് ഒരു മന്ദിരമോ ഒന്നും ഇല്ല, അവിടെ കുഞ്ഞാട് തന്നെയാണ് മന്ദിരം എന്നൊക്കെ വെളിപ്പാട് 21-22 വാക്യത്തിൽ നമ്മൾ വായിച്ചു. ആ ഒരു കർത്താവ് തന്നെ മന്ദിരമാകുന്നു. കർത്താവ് തന്നെയാണ് അവിടെ വെളിച്ചം. അവിടെ സൂര്യനോ ചന്ദ്രൻ്റെ ഒന്നും ആവശ്യമില്ല വെളിച്ചം കൊടുക്കാനായിട്ട്. 23 വാക്യം. മറിച്ച് ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉത്സാഹിപ്പിക്കാനും യുനോ നമുക്ക് ഒരു നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ബാക്കിയും ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൊബൈൽ ചില അവിടെ മൊബൈൽ കാണും, മൊബൈൽ ഫോൺ ഈ സൂര്യനോ ചന്ദ്രനോ ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സൂര്യനോ ചന്ദ്രനോ ഇല്ലെങ്കിൽ പോട്ടെ, മൊബൈൽ ഫോണുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം റീൽസ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ്, അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഇതിൽ ബോറായിരിക്കും എന്ന് പറയാം. സൂര്യനോ ചന്ദ്രനോ ഇല്ലെന്ന് പറയുന്നത് വെച്ചാൽ ഈ ഭൗതികമായിട്ട് നമ്മളെ നടത്തുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അഡിക്റ്റഡ് ആകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും മൊബൈൽ ഫോണോ. ശരിയാണ്, നമുക്ക് മൊബൈൽ ഫോൺ ഇന്റർനെറ്റും ഒക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മീറ്റിംഗ് തന്നെ നമ്മൾ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ദൈവരാജ്യത്തിന് പ്രയോജനത്തിനായിട്ട് എല്ലാം യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും ദൈവം അതെല്ലാം ഇന്റർനെറ്റിന്റെ ഉപാധിയിലൂടെയൊക്കെ തന്നെ പലരിലേക്ക് ദൈവജനം എത്തുന്ന കാര്യങ്ങളും ഞങ്ങളുടെ സാക്ഷ്യം സംസാരിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നൊക്കെയോ ആൾക്കാരൊക്കെ വലിയ പോർച്ചുഗലിൽ നിന്ന്, കാനഡയിൽ നിന്ന്, US നിന്ന്, UK നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്
അങ്ങനെയൊക്കെ ഓരോ അടുത്തു നിന്നൊക്കെ സഹോദരങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോഴും പലയിടത്തു നിന്നൊക്കെ ചില ഓഫ് കോഴ്സ് ആ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് ഉപയോഗമുള്ള കാര്യങ്ങളാണ്. ദൈവം തന്നെ അത് കണ്ടുപിടിക്കുക. സാങ്ക്ബറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഏതൊരു ശാസ്ത്രത്തിന്റെ ഏതൊരു കണ്ടുപിടുത്തവും എന്തിനു വേണ്ടിയാണ് അത് കണ്ടുപിടിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി. പക്ഷെ പിശാച് ഇതെടുത്ത് വേറെ പല കാര്യത്തിനും ഉപയോഗിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം ഒരു ഓരോ കണ്ടുപിടുത്തങ്ങളും അനുവദിക്കുന്നത് ഇതിനു വേണ്ടിയാ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ടാണ്. അപ്പൊ നമ്മുടെ ദൈവമക്കൾ അതെല്ലാം കർത്താവിന്റെ ഗ്ലോറിക്കായിട്ട് ഇതെല്ലാം നമുക്ക് മൊബൈലും കാര്യങ്ങളും സോഷ്യൽ മീഡിയ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും അതിലങ്ങ് അഡിക്റ്റഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ, അത് സൂര്യനും ചന്ദ്രനും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് നമ്മളെ കർത്താവിന്റെ സ്ഥാനം അപഹരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പണമാകാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയോ അതുപോലെയുള്ള കാര്യങ്ങളോ, മൊബൈലോ, ഗാഡ്ജറ്റ്സോ, നമ്മുടെ വസ്തുവകകളോ, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ, അതൊന്നും അല്ല. മറിച്ച് എല്ലാത്തിനെയും സന്തോഷിപ്പിക്കുന്ന, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന എന്താ? അവിടെ ദൈവ തേജസ്സാണ്. ഗ്ലോറി ഓഫ് ഗോഡ്. ആ വാക്യം കണ്ടോ എല്ലാവരും? വെളിപാട് പുസ്തകം 21-23 വാക്യം. ദ ഗ്ലോറി ഓഫ് ഗോഡ് ഹാസ് ഇലൂമിൻഡ് ഇറ്റ് ആൻഡ് ദ ലാം ഇസ് ദ ലാം. കുഞ്ഞാടാണ് അതിൻ്റെ വിളക്ക് എന്നുള്ളൊരു കാര്യം. നമ്മളുടെ ജീവിതം, നമ്മൾ ഇന്ന് സ്വർഗത്തിന് മുൻരുചി, നമ്മൾ കാന്തയായിട്ട് ഒരുക്കപ്പെടുന്നവരാണെന്ന് എങ്ങനെ നമ്മൾ അറിയുന്നത്? ഇന്ന് തന്നെ ആത്മാവിന്റെ തലത്തിൽ നമുക്ക് വെളിച്ചം നൽകുന്ന ആരാണ്? കർത്താവാണ്. നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു, സമാഗമന കൂടാരം. ഞാനിപ്പം എന്ത് പറഞ്ഞാലും എങ്ങോട്ട് പോകുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സമാഗമന കൂടാരം, പൂച്ച എങ്ങനെ ഇട്ടാലും നാലുകാലം എന്ന് പറഞ്ഞതുപോലെ സമാഗമന കൂടാരത്തിലേക്ക് നമ്മൾ പോയാൽ അവിടെ ഈ വെളിച്ചത്തിന്റെ സ്രോതസ് എന്നു ചോദിച്ചാൽ അവിടെ പ്രാകാരത്തിൽ, ഔട്ടർ കോട്ടിൽ നാച്ചുറൽ ലൈറ്റാണ്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വെളിച്ചമാണ് പ്രാകാരത്തിൽ. അതൊരു ഓപ്പൺ സ്പേസാണ് പ്രാകാരം, ഔട്ടർ കോട്ട്. പിന്നെ ഉള്ള വിശുദ്ധ സ്ഥലത്ത് അവിടെ ആ നിലവിളക്ക്, ആ ഒരു 7 ബ്രാഞ്ചസ് ഉള്ള മെനോറ, ലാംപ് സ്റ്റാൻഡ്, ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്, സ്വർണ്ണ വിളക്കാണ്. അത് കത്തിച്ചിരിക്കുന്ന വെളിച്ചമാണ് എവിടെ ഉള്ളത്? ഹോളി പ്ലേസിൽ, വിശുദ്ധ സ്ഥലത്തുള്ള. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് എന്താ വിളിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ആ കർത്താവ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫാമിലി പ്രേയറിൽ 1 ശമൂവേലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അവിടെ 1 ശമൂവേലിൽ ശമൂവേൽ ബാലകൻ അങ്ങ് എവിടെ ചെന്ന് കിടന്നപ്പോഴാ കർത്താവ് വിളിച്ചേ? ശമൂവേൽ ബാലകനെ എലിയുടെ കൂടെ അവിടെ ആലയത്തിൽ കർത്താവിനെ ശുശ്രൂഷിച്ച് വരികയായിരുന്നു. എന്നാൽ നമ്മൾ 1 ശമൂവേൽ നമുക്ക് ആ വാക്യം പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാനത് ശ്രദ്ധിച്ചത്, 1 ശമൂവേൽ 3-ാം അധ്യായത്തില് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലി പ്രേയറിലും ഏതെങ്കിലുമൊക്കെ പോർഷനൊക്കെ ഇങ്ങനെ റെഗുലറായിട്ട് വായിക്കുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരായതുകൊണ്ട് ഞാനങ്ങ് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ പഴയ നിയമ പോർഷൻസൊക്കെ നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കഥകൾ, ചെറിയ പുതിയ നിയമ പുസ്തകങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ പേഴ്സണൽ മെഡിറ്റേഷനിൽ കുറച്ചുകൂടെ ആഴത്തിലൊക്കെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കാം. പഴയ നിയമ പുസ്തകങ്ങൾ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനുണ്ട്. എന്നാലും മേ ബി അത് കുറച്ചുകൂടി ഒരു ഓവറോൾ പിക്ചർ കിട്ടാനൊക്കെ ആയിട്ട് നമ്മുടെ ഫാമിലി പ്രേയറിലൊക്കെ ചെറിയ പോർഷനൊക്കെ എല്ലാവരും കൂടെ മാറി മാറി ഓരോ വേഴ്സസ് ഒക്കെ ആയിട്ട് വായിച്ച്, അപ്പം അവിടെ ആ 1 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ അവിടെ ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു, മിനിസ്റ്ററിങ് ടു ദ ലോർഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവിനെ അവണ്ണമൊന്നും ശമൂവേൽ ബാലൻ ആ സമയത്ത് അറിയത്തില്ല. കൊച്ചു പയ്യനാ, ഒരു 8 വയസ്സങ്ങനെ കാണുമായിരിക്കും. 7-ാമത്തെ വാക്യം. നൗ ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. എങ്കിലും അവൻ്റെ ആ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ഒരു വാഞ്ച ഉണ്ടായിരുന്നു. അപ്പം അവനത് എവിടെ ചെന്ന് അവൻ കിടന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ 3-ാമത്തെ വാക്യം, 1 ശമൂവേൽ 3-3 ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടുന്നതിന് മുമ്പേ ചെന്ന് കിടന്ന്. എവിടെ കിടന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേർ ദ ആർക്ക് ഓഫ് ഗോഡ് വാസ്. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന് വിളക്ക് കിടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. ദ ലാംപ് ഓഫ് ഗോഡ് ഹാസ് നോട്ട് യെറ്റ് ഗോൺ ഔട്ട് ആൻഡ് സാമുവൽ വാസ് ലൈങ് ഡൗൺ ഇൻ ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ് വേർ ദ ആർക്ക് ഓഫ് ഗോഡ് വാസ്. മലയാളത്തിൽ അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ, സാമുവൽ വാസ് ലൈങ് ഡൗൺ ഇൻ ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ് വേർ ദ ആർക്ക് ഓഫ് ഗോഡ് വാസ്. എവിടാണ് ആ മന്ദിരത്തിൽ എവിടാണോ ആ പെട്ടകം ഇരിക്കുന്നത് അതിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ അവിടെ ആയിരിക്കുന്ന ആ പെട്ടകത്തിനോടടുത്ത് ചെന്ന് കിടക്കുന്ന ഒരു ശമൂവേൽ ബാലകൻ. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ ഒരു
ദൈവത്തോട് അടുക്കാനുള്ളൊരു എവിടെയെങ്കിലുമൊക്കെ എങ്ങും ദൂരെ പോയി കിടക്കുകയില്ല. ആ പെട്ടകം ത്തിനകത്താണ് മന്നയും അഹരോന്റെ വടിയും കൽപ്പലകളും ഒക്കെ ഉള്ളത്. ആ പെട്ടകത്തിന്റെ ലിഡ് ആണ്, ആ അടപ്പാണ് മേഴ്സി സീറ്റ്, അല്ലെങ്കിൽ ആ, കരുണയുടെ ഇറപ്പ് കരുണയുടെ ഇരിപ്പിടം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന്. കൃപാസനം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇവിടെ കൃപയുടെ ആസനം, കൃപാസനം ഒക്കെ പുതിയ നിയമത്തിലെ വരണ്ടേ, എന്നാൽ പഴയ നിയമത്തിലെ കൃപാസനം എന്ന് അവരങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുക. മേഴ്സി സീറ്റ് എന്നാണ് അതിന്റെ ആ വാക്ക്. ആ മേഴ്സി സീറ്റിന് മേലെയാണ് കെരൂബുകൾ. മേഴ്സി സീറ്റ്, ആ മേഴ്സി സീറ്റിൽ ആ എന്താ അടപ്പ്, ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു ലിഡാണ് മേഴ്സി സീറ്റ് എന്ന് പറയുന്നത്. ആ മേഴ്സി സീറ്റ്, ആ ലിഡിലാണ് ഈ കെരൂബുകൾ. ആ കെരൂബുകൾക്ക് മീതെ ആണ് ദൈവത്തിന്റെ ഷെക്കേന ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം വന്ന് അധിവസിക്കുന്നത്. അപ്പൊ അതിവിശുദ്ധ സ്ഥലത്ത് ആ, എന്താ വെളിച്ചം? അവിടെ ദൈവത്തിന്റെ തേജസ് തന്നെ വെളിച്ചം. ഇന്നും നമ്മളെ ഇന്ന് വഴി നടത്തുന്നത് എന്താണ്? നമ്മളെ ഇന്ന് ഉത്സാഹിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നത് നിൻ തിരുമുഖത്തിൻ തേജസ്, എൻ ഹൃദയത്തിന് ആനന്ദമേ, നമ്മൾ പാടുന്ന ആരാധനേശ്വര. നിൻ മുഖത്തിൻ തേജസ് ഹൃദയത്തിന്, തേജസ്സെഴും നിൻമുഖമൻ, തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിന് ആനന്ദമേ എന്ന് വെച്ചാൽ അതാ നമ്മളെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. എന്താ? ആൾക്കാർ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു, അല്ലെങ്കിൽ ബാക്കി നമുക്ക് എന്തെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ശരി, ആ ദൈവം നമുക്ക് വേണ്ടുന്നതൊക്കെ കാര്യങ്ങളൊക്കെ ദൈവം തന്നോളും. പക്ഷെ നമ്മുടെ ഹൃദയത്തിന് ആനന്ദം എന്താ? തേജസ്സെഴും നിൻമുഖമേൻ ഹൃദയത്തിന് ആനന്ദമേ. നമ്മുടെ പാട്ടിലൊക്കെ പല പാട്ടുകൾ നമ്മളത് പാടാറുണ്ട്. എൻ്റെ പ്രാണസഖി യേശുവേ, എൻ്റെ ഉള്ളത്തിൽ ആനന്ദമേ, എൻ്റെ ഉള്ളത്തിൻ്റെ ആനന്ദം, എൻ്റെ സന്തോഷം, എൻ്റെ ഹൃദയത്തിൻ്റെ ആവേശം, എൻ്റെ ഉള്ളത്തിൻ്റെ ആനന്ദം ആയിട്ട് മാറിയൊരു കർത്താവ്. അതാ കാന്തയുടെ ഒരു സ്പിരിറ്റ്. മറ്റേ ഇനം വിശുദ്ധ സ്ഥലത്തും പ്രാകാരത്തിലുള്ളവർക്ക് അവർക്ക് വേറെ പല കാര്യങ്ങളിലൊക്കെ ഉണ്ട് സന്തോഷിക്കാനും ആർമാദിക്കാനും ഒക്കെ. എന്ന് അതിവിശുദ്ധ സ്ഥലത്തുള്ളവര് അവരെന്തോ സന്യാസികളായിട്ട് എന്തോ വേറെ എന്തോ അങ്ങനെയൊന്നും അവരും ലോകത്ത് ജീവിക്കുവാണ്. അവർക്കും അവരും ദൈവം തരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാനാണ്, ആസ്വദിക്കാനാണെന്നൊക്കെ നമ്മൾ 1 തിമോഥെയോസ് 6:17 ഗോഡ് ഗീവ്സ് ഓൾ തിങ്സ് ടു എൻജോയ്. നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം നല്ല ആഹാരവും നമ്മളുടെ ദൈവം തരുന്നിട്ടുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ അതൊക്കെ ഉപയോഗിക്കുന്നു, ആസ്വദിക്കുന്നു, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. എന്ന് ആത്യന്തികമായിട്ട് നമ്മളുടെ സന്തോഷം, കർത്താവേ അങ്ങയാണ് എൻ്റെ സന്തോഷം, ഇതൊന്നും ഇല്ലെങ്കിലും എൻ്റെ സന്തോഷത്തിൻ്റെ കുറവൊന്നും വരത്തില്ല, മറിച്ച് അങ്ങയിലാണ് എൻ്റെ സന്തോഷം. അതാണ് ആ ഒരു എന്താ കുഞ്ഞാടതിൻ വിളക്കാണേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം. കർത്താവ് ഇന്ന് തന്നെ നമ്മളെ വിളക്കായിട്ട്, അവിടെ പഴയ നിയമത്തിൽ വചനം വിളക്കാണ് എന്നുള്ള കാര്യം നമ്മുടെ 119 സങ്കീർത്തനത്തിന് 103 വാക്യത്തിൽ നിന്റെ വചനം എൻ്റെ കാലിന് വിളക്കും പാതയ്ക്ക് പ്രകാശവും നമ്മൾ എവിടെ വായിക്കുന്നു? 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യത്തിൽ, Psalm 119, Psalm 119 വേഴ്സ് 105. അപ്പൊ അന്ന് വചനം, എഴുതപ്പെട്ട വചനമാണ് അവർക്ക് കാലിന് വിളക്കായിട്ടുള്ളതെങ്കിൽ ഇന്ന് നമ്മുടെ വിളക്ക് ആ എഴുതപ്പെട്ട വചനം അങ്ങ് ജഡമായി തീർന്നൊരു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. അതായത് കർത്താവ്. യോഹന്നാൻ 1:14 വേർഡ് ബിക്കെയിം ഫ്ലഷ്, വചനം ജഡമായി തീർന്നു നമ്മൾ വായിക്കുന്നത്. അപ്പം ആ വചനം ജഡമായി തീർന്ന കർത്താവ് തന്നെയാണ് നമുക്ക് ഇന്ന് വചനം വെളിച്ചമാണെന്ന് വെച്ചാൽ അതിന് വചനം വിളക്കാണെന്ന് വെച്ചാൽ വിളക്ക് തന്നെ, അങ്ങനെ ഡൗട്ടൊന്നുമില്ല. എന്നാൽ ആ വചനത്തിന്റെ ഒരു അക്ഷരമല്ല, മറിച്ച് ആ വചനത്തിന് ആത്മാവ്, ആ വചനം ജഡമായി തീർന്ന കർത്താവ് തന്നെയാണ് നമ്മുടെ വിളക്ക്. ഹാവ് എ ഗ്രേറ്റർ അഡ്വാൻറ്റേജ് ദാൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് സീൻസ്. അന്ന് അവർക്ക് എഴുതപ്പെട്ട ഒരു വചനം മാത്രമേ ഉള്ളായിരുന്നു വിളക്കായിട്ട്. ഇന്ന് നമുക്ക് ആ വചനം ജഡമായി തീർന്ന കർത്താവ് തന്നെ നമുക്ക് വിളക്കായിട്ടുള്ളത്. അപ്പൊ ആ വചനത്തിന് അക്ഷരം കൊല്ലുന്നു, പക്ഷെ ആത്മാവും ജീവിപ്പിക്കുന്നു എന്നൊക്കെ 2 കൊരിന്ത്യർ 3:6 വാക്യമൊക്കെ പലപ്പോഴും നമ്മൾ ഉദ്ധരിക്കാറുണ്ടല്ലോ. അപ്പൊ അതിനുശേഷം പിന്നെ ജാതികൾക്ക് വെളിച്ചമായിരിക്കുന്ന കാര്യമൊക്കെ ഇന്ന് ഇന്ന് നമ്മളെ സഭ ജാതികൾക്ക് എത്രമാത്രം വെളിച്ചമായിട്ടിരിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അതിൻ്റെ 24 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ സമയത്തും ഗേറ്റ്സ്, അതിൻ്റെ വാതിലുകൾ അടയ്ക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ, ഗോപുരങ്ങൾ അല്ലെങ്കിൽ വാതിലുകൾ, ഗേറ്റുകൾ അടയ്ക്കുന്നില്ല. അവിടെ രാത്രിയില്ല, ആർക്കും സ്വാഗതമാണ്. ചില ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലുള്ള ഒരാളും കം ടു മീ ഓൾ ഹു വീറി ആൻഡ് ഹെവി ലേഡൻ. നിങ്ങൾ മോശപ്പെട്ട ആൾക്കാരാണെങ്കിൽ എൻ്റെ അടുക്ക് വരരുതല്ല പറഞ്ഞത്. നിങ്ങൾ മോശപ്പെട്ടവർക്കായിട്ടാണ് ഞാൻ വന്നത്, പാപികൾക്കായിട്ടാണ് ഞാൻ വന്നതെന്ന് കർത്താവ് പറഞ്ഞു. നീതിമാന്മാരായിട്ട് നിങ്ങളെ തന്നെ കരുതുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അല്ല ഞാൻ വന്നതെന്ന് പറയേണ്ടി വരും. പരീശന്മാർ അങ്ങനെ ആയിരുന്നു, ഞങ്ങൾ വലിയ നീതിമാന്മാരാന്ന് വിചാരിച്ച ആൾക്കാർ. അതുകൊണ്ട് അവർക്ക് കർത്താവിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ
പാപികൾക്ക് വേണ്ടിയാ കർത്താവ് വന്നേ. കർത്താവ് പലരും ചോദിക്കുമോ കർത്താവ് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? കർത്താവ് ക്രിസ്ത്യാനികൾക്കായിട്ടല്ല വന്നേ, മുസ്ലിങ്ങൾക്കുമായിട്ടുമല്ല വന്നേ, ഹിന്ദുക്കൾക്കുമായിട്ടുമല്ല വന്നേ, വേറെ ആർക്ക് വേണ്ടിയാ വന്നേ? കർത്താവ് പാപികൾക്കായിട്ടാണ് വന്നേ. അതിപ്പോൾ ഏത് മതമായാലും ഏത് ജാതിയായാലും കർത്താവ് പാപികൾക്കായിട്ട് നമ്മളെ കർത്താവ് ഞാൻ തെറ്റിപ്പോയവനാണ്, ഞാൻ പാപം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ എത്രയോ കുറവുകളുണ്ട് എന്ന് ഞാൻ ഭാരം ചുമക്കുന്നവനാണ് എന്ന് പറഞ്ഞു വരുവാണെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാതെ എല്ലാ കാലത്തും എപ്പോഴും പകൽക്കാലത്ത് അടക്കുകയില്ല. നമ്മളുടെ സഭ കൂടിവരവുകളും നമ്മളുടെ കൂട്ടായ്മയെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അയ്യോ ഇവരുടെ അടുത്തേക്കൊന്നും വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോന്നലാണ്. മറിച്ച് ആ ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ എന്താ, അവിടെ വരുമ്പോൾ അവരൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ ഇരുന്നുകൊണ്ട് പാപത്തിൽ ഇരുന്നുകൊണ്ട് മാനസാന്തരപ്പെടാതെ അങ്ങനെ അങ്ങ് നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് ഒന്നായി ചേരാൻ പറ്റുകയില്ല. എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും സ്വാഗതമുണ്ട്. പക്ഷേ ആ ഒരു വചനത്തിനായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് കീഴടങ്ങുന്നവർക്ക് ആ സഭയുടെ ഭാഗമായിട്ട് ആയിത്തീരാനൊക്കെയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, ഒരു അശുദ്ധമായിട്ടുള്ളതൊന്നും മ്ലേച്ഛതയും ഒന്നും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കുകയില്ലെന്നൊക്കെയാണ് അതിൻ്റെ ഇവിടെ എത്രാമത്തെ വാക്യത്തിലാണ് വായിച്ചേ? എൻ്റെ 27ാമത്തെ വാക്യത്തിൽ, അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ അതിനോജ്യ പുസ്തകത്തിൽ ആ റെഫറൻസസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ബ്രദർ പറഞ്ഞ സാഗ്ബർ അതിനകത്ത് എഴുതിയിട്ടുള്ള ഒരു റെഫറൻസ് നമ്മൾ എടുത്തില്ലായിരുന്നു. 1 രാജാക്കന്മാർ 10:7 വാക്യത്തിൽ പറയുന്നൊരു റെഫറൻസ്. അത് എന്താ, ശേബാരാജ്ഞി ശലോമോന്റെ ഭവനത്തിൽ വരുന്ന സന്ദർഭത്തിൽ പറയുന്ന ഒരു എക്സ്ക്ലൈമിംഗ് വേർഡാണത്. എന്താ, 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. നമ്മളുടെ ബൈബിളിലെ അതുപോലുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്പം വാക്യങ്ങളെല്ലാം കൂടെ അങ്ങ് നിർത്തി പിടിച്ച് അങ്ങ് അണ്ടർലൈൻ ചെയ്താൽ നമുക്ക് പിന്നെ ഇത് ഏതാ അണ്ടർലൈൻ ചെയ്താൽ നമുക്ക്, പക്ഷേ നമുക്ക് കൂടുതൽ ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം കൂടെ അണ്ടർലൈൻ ചെയ്തില്ലെങ്കിലും അത് ജസ്റ്റ് അതിൻ്റെ മെയിൻ വേർഡ്സ് എങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് അടിയിൽ വരച്ചിട്ട് നമുക്ക് പിന്നീട് കാണുമ്പോൾ ഞാനിത് എന്നോ വരച്ചിട്ടാണ് എന്നുള്ളൊരു ഓർമ്മയെങ്കിലും, ആലുവ മണപ്പുറത്ത് കണ്ട ഓർമ്മയെങ്കിലും കാണുമെന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടോ ബാക്കിയൊന്നും തോന്നും, ഒരു അണ്ടർലൈനും ഒന്നും ഇല്ലെങ്കിൽ. പക്ഷേ ഒരു അണ്ടർലൈനൊക്കെ ഉണ്ടെങ്കിൽ അയ്യോ അന്ന് ഞാൻ എന്നോ വായിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വരും. അപ്പം അത് അതിൻ്റെ മെയിനായിട്ടുള്ള കീ വേർഡ്സ് ഒക്കെ എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിയിലൊന്ന് വരയ്ക്കുകയും കൂടുതൽ ആഴത്തിൽ ദൈവം സ്പർശിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഡാർക്കായിട്ടൊക്കെ വരയ്ക്കുകയൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയുവാണ്. അപ്പം അതൊക്കെ വചനം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പരിചയമാകാനും കുറച്ചുകൂടെ ഓർമ്മയിൽ നിൽക്കാനും ഒക്കെ അത് സഹായിക്കും. 1 രാജാക്കന്മാർ 10-7 വാക്യത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ വായിക്കാം, അല്ലെങ്കിൽ 5-ാമത്തെ വാക്യം മുതൽ വായിക്കും. അതായത് ശേബാരാജ്ഞി ശലോമോന്റെ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അവള് അവിടെയുള്ള വലിയ ഗ്ലോറി, വലിയ മഹത്വവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഉള്ള ഒരു കാര്യം, ഇന്നത് ക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പാണ്, അല്ലെങ്കിൽ അതിനൊരു പ്രതിരൂപമാണ് ശലോമോൻ എന്ന് പറയാം. ശലോമോനിലും വലിയവനായവൻ ഇവിടെ ഉണ്ടെന്നൊക്കെ കർത്താവ് മത്തായി 12-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അന്ന് ശേബാരാജ്ഞി ശലോമോനെ കുറിച്ചുള്ള വലിയ ഖ്യാതി, ഫെയിം ഒക്കെ കേട്ടുകൊണ്ട് വരുന്ന കാര്യമൊക്കെ എൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ശലോമോനുള്ള കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതിന് വന്നു ശെബാരാജ്ഞി എന്നുള്ള കാര്യം നമ്മൾ ക്വീൻ ഓഫ് ഷേബ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അവൻ്റെ മേശയിലെ ഭക്ഷണവും അവൻ്റെ ഭൃത്യന്മാരുടെ, അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ സ്വർഗത്തിൻ്റെ പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ നമ്മൾ ഇങ്ങനെ വലിയ രത്നങ്ങളുടെ പേരും പട്ടികയൊക്കെ കാണുമ്പം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ രത്നങ്ങളെക്കാട്ടിലും എന്തോ മഹത്തരമായുള്ള, നമുക്ക് മനുഷ്യനെ ഇന്ന് മനസ്സിലാവുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യമാണ് രത്നവും പൊന്നും ഒക്കെ. അപ്പം അതൊക്കെയാണ് ഈ പുത്തൻ യെരൂശലേമിൽ എന്ന് പറയുമ്പം, സ്വർഗത്തിൽ എന്ന് പറയുമ്പം, തങ്കത്തിരുവേദികൾ എന്ന് പറയുമ്പം നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അതിലും മഹത്തരമായിട്ട് എന്തോ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പിക്ചർ ലാംഗ്വേജ് ആണ് പഴയ നിയമത്തിൽ ഈ ഒരു പോർഷൻ. 1 രാജാക്കന്മാർ 1 Kings 10:1 ഓൺവേർഡ്സ് നമ്മൾ വായിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ മേശയിലെ ഭക്ഷണം, 5-ാമത്തെ വാക്യം, അവൻ്റെ മേശയിലെ ഭക്ഷണവും അവൻ്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവൻ്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവൻ്റെ പാനപാത്രവാഹകന്മാരെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവൻ്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്ന് പോയി. ദർ വാസ് നോ മോർ സ്പിരിറ്റ് ഇൻ ഹെർ. പറയുമ്പോൾ
ആളാകെ അങ്ങ് അമ്പരന്ന് പോയി, കണ്ണഞ്ചിച്ച് പോയി. അവൾ രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ, നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എൻ്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ. ഓ, അപ്പം ആൾക്കാർ പുളുവടിച്ചതല്ല, ഇത് തള്ളിയതല്ല, എന്നാണെങ്കിൽ ഭയങ്കര തള്ളാണ് അല്ലേ, ഭയങ്കര തള്ളാണ്. ചെന്ന് നോക്കും ഒന്നും കാണത്തില്ല. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥാനാർത്ഥികൾ വന്ന് തള്ളുന്നു എന്നുള്ളൊരു പ്രയോഗമുണ്ടല്ലോ. അപ്പൊ ഇന്ന് ശരിക്കും ചെന്ന് നോക്കുമ്പോൾ ഇന്ന അവാർഡ് കിട്ടി, എന്തൊക്കെയോ ഇത് ഫേക്ക് ഫോട്ടോ ഒക്കെ മോർഫ് ചെയ്തും ഫേക്ക് ചെയ്തും ഏതാണ്ടൊക്കെ ഉള്ള അവാർഡുകളൊക്കെ ഇന്ന് വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള ഇങ്ങനെ കാലഘട്ടത്തിലാണ് നമ്മൾ. വലിയ കാര്യങ്ങളൊക്കെ ഭയങ്കര തള്ളും. ശരിക്കും പിക്ചറൊക്കെ അവർ എന്തോ അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള അപ്പം അങ്ങനെയുള്ള പിക്ചറൊന്നും അല്ലായിരുന്നു ഇത്. ഓ, ഇതൊക്കെ നിന്റെ ഞാൻ കേട്ട വർത്തമാനമൊക്കെ സത്യം തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുക, എൻ്റെ 7-ാമത്തെ വാക്യത്തില്, ഞാൻ വന്ന് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ആ വർത്തമാനം ഞാൻ വിശ്വസിച്ചില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാർ പുളുപിടിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ട കീർത്തിയേക്കാൾ നിന്റെ ജ്ഞാനവും ധനവും അധികമാകുന്നു എന്ന് പറയുന്നൊരു കാര്യം. ആ ഒരു കാര്യം നമ്മൾ ആത്മീയമായിട്ട് പറയുമ്പം ഇന്ന് നമ്മളുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചും നമ്മളുടെ സഭയെക്കുറിച്ചും പിന്നെ ആത്യന്തികമായിട്ട് അത് സ്വർഗത്തിലുമൊക്കെ അത് ഫുൾഫിൽഡ് ആകേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ, ഓ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വലിയ ആത്മീയനാന്നൊക്കെ ഞാൻ കേട്ടു, അടുത്ത് വന്ന് ചൊറിഞ്ഞു നോക്കിയപ്പോഴോ നിങ്ങൾ ഇത്ര ജഡികനെന്ന് മനസ്സിലായി എന്ന് ആൾക്കാർ പറയുവാണെങ്കിലൊക്കെ ഇരിക്കുക. അങ്ങനെയല്ല, മറിച്ച് നിങ്ങളെക്കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ കേട്ടു, പക്ഷേ നിങ്ങളെ പരിചയപ്പെടുമോ, നിങ്ങളോട് കൂടുതൽ അടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചതിലും നിങ്ങൾ എത്രമാത്രം ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട ഒരു സഹോദരനാണ്, സഹോദരിയാണ് എന്നെനിക്ക് ആശ്ചര്യം തോന്നുന്നു എന്ന് മറ്റുള്ളവർക്ക് പറയാൻ തക്കവണ്ണം കർത്താവെ നിങ്ങളുടെ കൂടുതൽ മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ന് കർത്താവെ അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തോടെ അങ്ങേ പിൻപറ്റുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ സഭയെക്കുറിച്ചാണെങ്കിലും നമ്മുടെ കുടുംബത്തെക്കുറിച്ചാണെങ്കിലും എല്ലാം മറ്റുള്ളവർ അവർ നമ്മളോട് കൂടുതൽ കൂടുതൽ അടുക്കുമ്പം ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നുള്ളൊരു പഴമൊഴിയുണ്ട് ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ എന്താ, അതിപരിചയം അറപ്പുളവാക്കുന്നു അല്ലെങ്കിൽ വെറുപ്പുളവാക്കുന്നു എന്ന് പറഞ്ഞാൽ ഫെമിലിയർ ആയിട്ട് നമ്മൾ ദൂരെ നിന്ന് ഒരാളെ കാണുമ്പോൾ വേറെ ആരും പറയുന്നത്, നെവർ മീറ്റ് യുവർ ഹീറോസ്. നിങ്ങളുടെ വലിയ നായകന്മാർ ഒരിക്കലും ചെന്ന് മീറ്റ് ചെയ്യരുത്. മീറ്റ് ചെയ്താൽ പിന്നെ അവർ ഹീറോസ് അല്ലാതായി പോകുന്നു. എന്ന് വെച്ചാൽ ചെന്ന് അടുത്ത് ചെല്ലുമ്പോൾ, ഓ, ഇത്രയേ ഉള്ളായിരുന്നു നമ്മൾ വലിയ കാര്യത്തിൽ വിചാരിച്ചിരുന്ന വലിയ ദൈവമനുഷ്യൻ, ഓ, ഇത്രയേ ഉള്ളായിരുന്നു പുള്ളിയുടെ ആത്മനിയന്ത്രണവും കോപനിയന്ത്രണവും പുള്ളിയുടെ നിസ്വാർത്ഥതയൊക്കെ ഇത്രയേ ഉള്ളായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് അങ്ങനെ ആയിരിക്കരുത് എന്നുള്ളത്. അങ്ങനെ ആകാതിരിക്കാൻ നമുക്ക് നമ്മുടെ എന്തോ ഉള്ളതിനെക്കാട്ടിൽ എന്തോ ഭാവിക്കുകയോ ഒന്നുമല്ല, മറിച്ച് നമ്മളോട് കൂടുതൽ അടുത്ത് വരുന്നവർ, എപ്പോഴും നമ്മളോട് കൂടെ നടക്കി ഇടപെടുന്നവർക്ക് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കർത്താവ് ഈ സഹോദരന് അത്രയും താഴ്മയുള്ള ഒരു സഹോദരനാണ്. അത്രയും ഒരു നിസ്വാർത്ഥമായിട്ട് അത്രയും ഒരു മറ്റുള്ളവരുടെ ക്ഷേമമൊക്കെ അന്വേഷിക്കുന്ന ഒരു ഹൃദയഭാരമുള്ള ഒരു സഹോദരനാണല്ലോ എന്നുള്ള അതാ ഇതിൻ്റെ ഒരു ആത്മീയ ഇക്വലൻ്റ്. നമ്മളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മളുടെ സഭയെക്കുറിച്ച് അങ്ങനെ മറ്റുള്ളവർക്കൊരു അന്തിപ്പ് വരാൻ തക്കവണ്ണം ആയിരിക്കണം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദൈവം പണിയുന്നൊരു ഒരു ഭവനം അങ്ങനെ ആയിരിക്കും. എന്നാൽ ഇതിനെല്ലാം ആത്യന്തികമായിട്ടുള്ള അൾട്ടിമേറ്റ് ഫുൾഫിൽമെന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ. നമ്മൾ ഇന്ന് സ്വർഗം തങ്കത്തിരുവീതികളാണ്. അവിടെ ഏതാണ്ടൊക്കെ കടിച്ചപ്പെട്ടത് വൈഡൂര്യവും എന്തോ ചുവപ്പ് കല്ലോ പീതരത്നം ഗോമേതകം പുഷ്യരാഗം വൈഡൂര്യം പത്മരാഗം സുഗന്ധിരത്നം ഇങ്ങനെയൊക്കെയുള്ള ഏതാണ്ടൊക്കെയോ കുറേ മാണിക്യവും സൂര്യകാന്തവും ഇംഗ്ലീഷിലുള്ള അതിനെക്കാട്ടി കടിച്ചപ്പെടാത്ത കുറേ വാക്കുകൾ, ജാസിന്ത്, അമത്തിസ്റ്റ്, ക്രിസോപ്രൈസ്, ഇതൊക്കെ നമ്മൾ എന്തോ വലിയ വലിയ കാര്യങ്ങളാണ്. എന്നാൽ ഇതിനെക്കാട്ടിലും വലിയ കാര്യമായിരിക്കും എന്ന് അവിടെ ചെല്ലുമ്പോൾ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിനിയിപ്പം ഒരുപാട് 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം വെളിപാട് 23-ാം അധ്യായം വന്ന് ചിലർ തമാശ രൂപേണ പറയും. എന്ന് വെച്ചാൽ വെളിപാട് ആക്ച്വലി 22 അധ്യായങ്ങളേ ഉള്ളൂ. എന്നാൽ ചിലരുടെ ബൈബിൾ എന്തുണ്ട്, ബൈബിൾ ഇല്ലാത്ത പല കാര്യങ്ങളും അങ്ങ് എഴുതി പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ബൈബിൾ ഇല്ലാത്ത പല കാര്യങ്ങളും അങ്ങ് കൽപ്പനകളായിട്ട് ദൈവവചനത്തിൽ എന്നവണ്ണം അങ്ങ് ഒരു വെളിപാട് 23-ാം അധ്യായം സ്വന്തമായിട്ട് എഴുതി ചേർക്കുന്ന ആളുകളുണ്ട്. അപ്പം വെളിപാട് 23-ാം അധ്യായം ഒന്ന് ലോങ് ലിസ്റ്റാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ അവരുടേതായ പല ഉപദേശങ്ങളും പല കാര്യങ്ങളും ഒക്കെ അങ്ങ് സൗകര്യപൂർവ്വം അങ്ങ് എഴുതി പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം
ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ കോൺഫറൻസിലൊക്കെ എനിക്ക് തോന്നുന്നത് സാഗ്ബൂർ പണ്ട് ഇങ്ങനെ തമാശക്ക് ലെറ്റ്സ് ടേൺ ടു റെവലേഷൻ ചാപ്റ്റർ 23 എന്ന് പറയുന്നത് ആൾക്കാർ പെട്ടെന്ന് മാറി. അതുകൊണ്ട് അത്ര ഇല്ലായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒരു ഇങ്ങനെ ഉറങ്ങിയവരെയൊക്കെ ഒന്ന് എഴുന്നേൽപ്പിക്കാനൊക്കെ ആയിട്ട് ചിലർ അങ്ങനെ ഒരു ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം ഇപ്പൊ എത്ര പുസ്തകം, എത്ര അധ്യായങ്ങളേ ഉള്ളൂ വെളിപാട് പുസ്തകം. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വെളിപാട് റെവലേഷൻ 23 എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കണം. ഞങ്ങൾ അങ്ങോട്ട് ടേൺ ചെയ്യത്തില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ സംഭവം ഇല്ല എന്ന് പറയണേ. എന്ന് പറഞ്ഞാൽ വെളിപാട് 22 അധ്യായമുള്ള ശരിക്കും ചാപ്റ്റർ ഡിവിഷനൊക്കെ പിന്നീട് വന്നതാ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചാപ്റ്റർ ഡിവിഷനൊക്കെ ന്യൂ ടെസ്റ്റ്മെന്റ് ചാപ്റ്റർ ഡിവിഷനൊക്കെ നമ്മൾ 13-ാം നൂറ്റാണ്ടിലാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ചല്ലോ. ഞാൻ എൻ്റെ ഹിസ്റ്ററി ഒക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ് ചാപ്റ്റർ ഡിവിഷനും പിന്നീട് വേഴ്സ് ഡിവിഷനും കാര്യങ്ങളും ഒക്കെ വന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എങ്കിലും അത് നമുക്ക് ചാപ്റ്റർ ഡിവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗമുള്ള കാര്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം വെളിപാട് 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്പം അത് സാക്മൻ ബ്രദറിൻ്റെ ആ ഫൈനൽ ട്രയംഫ് അന്തിമ വിജയം എന്നുള്ള പുസ്തകത്തിലെ ആ കറസ്പോണ്ടിങ് പോർഷൻ ഇപ്പം അജ്ബർ അത് ആ പോർഷൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ജഗ്മത് ബ്രദർ അത് പോർഷൻ വായിക്കുമല്ലോ. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. തീർച്ചയായും ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു ചിത്രമാണ്. യെഹെസ്കേൽ 47 1 മുതൽ 12 വരെ ഉള്ള വാക്യങ്ങളിൽ നാം ഒരു നദി കാണുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും എന്നാണ് 9-ാം വാക്യം. ആ നദി ചെല്ലുന്നിടത്തൊക്കെയും ജീവൻ കൊണ്ടു ചെല്ലുന്നു. ഈ ഭാഗം പരാമർശിക്കവേ യേശു ഇങ്ങനെ പ്രഖ്യാപിച്ചു: എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ പുറപ്പെടും. യോഹന്നാൻ 7:37-38 വാക്യങ്ങൾ. യെഹെസ്കേൽ ഈ നദിയിൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുകയും അവന്റെ കാല് നിലത്തുറയ്ക്കാത്ത സ്ഥിതിയിലെത്തുകയും ചെയ്തു. തുടർന്ന് ഒഴുക്കിനൊപ്പം അവൻ പോകുന്നു. ആത്മാവിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ചിത്രമാണിത്. ആ ജീവിതത്തിൽ നാം ഭൂമിയുമായി ബന്ധപ്പെട്ടല്ല ഇരിക്കുന്നത്. നമ്മുടെ കാലുകൾ ഭൂമിയിൽ നിന്ന് പറിഞ്ഞു പോകുകയും പരിശുദ്ധാത്മാവ് നമ്മളെ ഉയരങ്ങളിലേക്ക് മുന്നോട്ടും നയിക്കുകയും ചെയ്യുന്നു. നദിയെക്കുറിച്ച് പറയുമ്പോൾ പളുങ്കുപോലെ ശുഭ്രം എന്ന് ഊന്നി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. 21 22 അധ്യായങ്ങളിൽ നിർമ്മലത, സുതാര്യത എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നു. ശുഭ്രം, സുതാര്യം, സ്വച്ഛസ്ഫടികം എന്നിങ്ങനെയുള്ള വാക്കുകൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് കാണുക. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനങ്ങളിൽ നിന്നാണ് നദി പുറപ്പെടുന്നത്. ദൈവത്തിനും ക്രിസ്തുവിനും സിംഹാസനത്തിൽ അർഹമായ സ്ഥാനം നൽകുന്നിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ബൈബിളിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തി. ദൈവകൃപയ വെളിപാട് 22-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വെളിപാട് 22-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പലപ്പോഴും നമ്മൾ കോട്ട് ചെയ്യാറുള്ള ഒരു വാക്യമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ എനിക്കൊന്ന് കൃപയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ ആ വാക്യം കോട്ട് ചെയ്തായിരുന്നു. ട്രിനിറ്റി, തൃത്വം കാണുന്ന ഒരു വാക്യമാണത്. നമ്മൾ ഇന്ന് യേശുനാമക്കാരെന്നൊക്കെ പറയുന്നുള്ള ചില സഹോദരങ്ങളൊക്കെ ചില കൂട്ടരൊക്കെ അവര് തൃത്വമില്ല, ദൈവം ഒരു വ്യക്തി മാത്രമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതൊരു ദുരുപദേശമാണ്. എന്നാൽ ബൈബിളിൽ നമ്മൾ കാണുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ദൈവവുമാണ്. എന്നാൽ 1 being but 3 persons. 1 being with 3 persons. ഒരാളത്വം എന്ന 3 വ്യക്തിത്വം. അപ്പം ഇവിടെ നമ്മൾ ദൈവപിതാവ്, കുഞ്ഞാടാകുന്ന യേശുക്രിസ്തു, ഈ ശുഭ്രനദിയായിട്ടുള്ള എൻ്റെ ബൈബിളിലൊക്കെ ശുഭമായ ജീവജല നദി എന്ന സത്യവേദ പുസ്തകത്തിലെ ട്രാൻസ്ലേഷൻ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും അത് വന്നിരിക്കുന്നത്. പക്ഷെ ശരിക്കും അത് ശുഭ്രമായ
ശുഭം എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നൊക്കെയുള്ള ഒരു അർത്ഥം. ശുഭ്രം എന്ന് പറയുമ്പോഴാണ് ആ ക്ലിയർ എന്നുള്ളൊരു വാക്ക് അർത്ഥം വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ പളുങ്ക് പോലെ ശുഭ്രമായ എന്നുള്ള വാക്ക് അവിടെ വേണ്ടത്. അത് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കണം. അത് ട്രാൻസ്ലേഷന് മിസ്റ്റേക്ക് ആയിരിക്കത്തില്ല, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും നമ്മുടെ അതിപൂജ പുസ്തകത്തിൽ ചോദിച്ചപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ശുഭ്രം എന്ന് തന്നെ അവിടെ എഴുതിയിട്ടുമുണ്ട്. പളുങ്ക് പോലെ ശുഭ്രം. അപ്പൊ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അപ്പൊ ആ ജീവജല നദി പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും സിംഹാസനത്തിൽ നിന്നാണ്. പിതാവിനെ നമ്മളിപ്പം വായിച്ച് നിർത്തിയതുപോലെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനങ്ങളിൽ നിന്നാണ് ഇത് സിംഹ സിംഹാസനങ്ങളിൽ നിന്നാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ട്രാൻസ്ലേഷൻ സിംഹാസനങ്ങളിൽ നിന്നല്ല, സിംഹാസനത്തിൽ നിന്നാണ്. അതിപൂജ പുസ്തകത്തിൽ അവിടെ ശരിക്കും പറയാം ഇംഗ്ലീഷിൽ സാഗ്വേർ ത്രോൺ ഓഫ് ഗോഡ് എന്ന് എഴുതിയിട്ടുള്ളൂ. ത്രോൺസ് ഓഫ് ഗോഡ് ഇല്ല, ഒരു സിംഹാസനേ ഉള്ളു അവിടെ. അപ്പൊ ശുഭ്രമായ, പളുങ്ക് പോലെ ശുഭ്രമായ എന്നാണ് അവിടെ യഥാർത്ഥത്തിൽ വേണ്ടേ. ചിലപ്പോൾ ചില അതിന്റെ മേ ബി എനിക്ക് തോന്നി സത്യ പബ്ലിക്കേഷൻസിന് ചിലപ്പോൾ ആ പ്രിന്റിൽ പറ്റിയ ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും. പിന്നെ ദൈവത്തിന് കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന്, നമ്മളത് സിംഹാസനത്തിൽ നിന്നാണ് എന്നാണ് അവിടെ വേണ്ടത്. എന്നുവെച്ചാൽ ഒരു സിംഹാസനമേ ഉള്ളൂ. അപ്പം നമ്മളിപ്പം വായിച്ചതിൽ ദൈവത്തിനും ക്രിസ്തുവിനും സിംഹാസനത്തിൽ അർഹമായ സ്ഥാനം നൽകുന്നിടത്ത് മാത്രമേ പരിശുദ്ധാത്മ ശക്തിയോട് പ്രവർത്തിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പിതാവിനും പുത്രനും അർഹിക്കുന്ന അവരെ പിതാവും പുത്രനും നമ്മുടെ ജീവിതത്തിൽ സിംഹാസനസ്ഥരാകുമ്പോൾ എന്ന് പറയുമ്പം നമ്മളുടെ ഹൃദയ സിംഹാസനത്തിൽ നമ്മൾ തന്നെയാണ് കയറിയിരിക്കുന്നത്. നമ്മൾ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, എൻ്റെ സ്വന്തം ഇഷ്ടം, ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള എൻ്റെ ആ സ്വന്തം ഇഷ്ടം, അതാണ് ഫ്ലഷ്, സെൽഫ് വില്ല്. അതാ സ്വാഭാവികമായിട്ടുള്ള എല്ലാ മനുഷ്യരും. എന്നോട് ആരാ ഉപദേശിക്കാൻ, എന്നോട് ആരാ പറയാൻ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, എനിക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ള പറയുന്ന ഒരു സെൽഫ് വില്ല്, ഒരു സ്ട്രോങ് സ്റ്റബൺ സെൽഫ് വില്ല്. അതാണ് സ്വാഭാവികമായിട്ടും ഒരു ശിശു ജനിക്കുമ്പോൾ അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഹൃദയസിംഹാസനത്തിൽ അവൻ്റെ സ്ട്രോങ് സെൽഫ് വില്ല്. ഹൃദയസിംഹാസനം എന്ന് പറയുമ്പോൾ അവൻ്റെ ആ വിൽ പവറിൽ അവൻ എപ്പോഴും ആ ഒരു സെൽഫ് വില്ല അവൻ സ്വതവേ ചൂസ് ചെയ്ത് തുടങ്ങുന്നത്. എന്നാൽ ഒരു ക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് കർത്താവ് ഇനിയിപ്പം എൻ്റെ സെൽഫ് വില്ലൊന്നും വേണ്ട, കർത്താവ് അവിടുത്തെ ഹിതത്തിനായിട്ട് ഞാൻ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ആദ്യമായിട്ട് നാം കർത്താവിൻ്റെ ഹിതത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം, ലോഡ്ഷിപ്പ്, ആ ഒരു യജമാനൻ്റെ സ്ഥാനം, ഉടമസ്ഥാവകാശം കർത്താവിനായിട്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷയുടെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു രക്ഷയിലുള്ള വളർച്ചയും അതേ പ്രക്രിയയിലൂടെ തന്നെ. കർത്താവെ എൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്നുണ്ട്. ഓരോ സാഹചര്യത്തിലും ഓരോ പ്രലോഭനത്തിൻ്റെയും പ്രതിസന്ധിയുടെയൊക്കെ മധ്യത്തിലും കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തുടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് വരുന്ന എപ്പോഴാണ്? നമ്മൾ രക്ഷിക്കപ്പെടുന്നു. എപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്? ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് അടിയറവ് പറഞ്ഞ് കർത്താവേ എൻ്റെ ജീവിത സിംഹാസനത്തിൽ ഇതുവരെ ഞാൻ തന്നെ, എൻ്റെ സെൽഫ് വില്ലായിരുന്നു, ഞാൻ തന്നെ ആയിരുന്നു, ഐ വാസ് ലിവിങ്, ബട്ട് ലോർഡ് ഇറ്റ്സ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ഷുഡ് ലിവ് ഇൻ മീ, സോ ഐ സറണ്ടർ മൈസെൽഫ്. ഞാനല്ല, ഇനി ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞത് ഗലാത്യർ 2:20 പറഞ്ഞതുപോലെ കർത്താവേ ഞാൻ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം, എന്നെ കാണുന്നവർക്ക് കർത്താവെ അങ്ങേ കാണുവാൻ ഇടയാവട്ടെ, എന്നെ കേൾക്കുന്നവർക്ക് കർത്താവെ അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഇടയാവണം. കർത്താവെ എൻ്റെ ചിന്തകൾ ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കണം, അങ്ങ് ആഗ്രഹിക്കുന്നവർക്ക് എനിക്ക് സംസാരിക്കണം, അങ്ങ് ആഗ്രഹിക്കുന്നവർക്ക് എനിക്ക് പ്രവർത്തിക്കണം. അതിനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തപ്പം പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു. നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായിട്ടും കർത്താവും പിതാവും പുത്രനും നമ്മുടെ ജീവിത സിംഹാസനത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂവലായിട്ട് വീണ്ടും വീണ്ടും എപ്പോഴും നമ്മൾ അവരോധിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനായിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനത്വം ആരാ കൈയടക്കിയിരിക്കുന്നത്? ആരാ നമ്മൾ ഓരോ ഡിസിഷൻസ് ഓരോ ദിവസവും നമ്മൾ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാ? നമ്മൾ തന്നെയാണോ? ഒരുപക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് വിശ്വാസിയായിരിക്കും, പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും നമ്മളങ്ങ് ചെയ്ത് അങ്ങ് പോവുക. പക്ഷെ മറിച്ച് കർത്താവേ ഈ ദിവസം കർത്താവേ എൻ്റെ ഇഷ്ടമൊന്നും എനിക്ക് ചെയ്യേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം മതി, അവിടുന്ന് എനിക്ക് ആത്മാവിന് തരുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് കർത്താവേ എനിക്ക്
കർത്താവ് അവിടുത്തെ ഇഷ്ടപ്രകാരം മുമ്പോട്ട് നീങ്ങണമെന്ന് പറഞ്ഞ് നമ്മെ തന്നെ കർത്താവിന് സറണ്ടർ ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ ആ, ആ ഒരു ഒഴുക്കിനനുസരിച്ച് നമ്മളുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളൊക്കെ പോവുകയാണെങ്കിൽ എന്ത് പറ്റും? അപ്പോഴാണ് ഈ ജീവജല നദി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ തുടങ്ങുന്നത്. നമ്മളിപ്പം വായിക്കുന്നത് ഇത് ശരിക്കും വെളിപാട് ദിവസം 22 വന്നെന്ന് പറയുമ്പോൾ അത് നിത്യതയിൽ അക്ഷരികമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് ആത്മീയമായിട്ടുള്ള അർത്ഥത്തിൽ സ്വർഗം ഇന്ന് തന്നെ നമ്മുടെ ഹൃദയത്തിൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ത്രോൺസിന്, നമ്മുടെ ജീവിതത്തിന് ത്രോൺസിൽ ഒരു ത്രോണേ ഉള്ളൂ, സിംഹാസനത്തിന്. അവിടെ പിതാവും പുത്രനും ഈനോ പിതാവിനും പുത്രനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്ഥാനവും നമ്മൾ കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഒരു ജീവജല നദിയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകുന്ന. കർത്താവ് തന്നെ ആ കാര്യം പറയുന്നത് നമുക്കറിയാം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് എവിടെ വായിക്കുന്നത്? നമ്മളിപ്പം വായിച്ചു യോഹന്നാൻ 7:37-38 വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. അത് തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്, അല്ലേ? ആസ് ദ സ്ക്രിപ്ചേഴ്സ് സെഡ്. തിരുവെഴുത്ത് എവിടെ പറയുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ആ റെഫറൻസ് ഇപ്പോൾ നമ്മൾ അന്തിമോചന പുസ്തകത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച യെഹെസ്കേൽ 47 അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ നദിയെക്കുറിച്ച് കാണുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോർഷൻ ആയിരിക്കും അതല്ലേ? നമ്മൾ മുട്ടോളമല്ല, നമ്മൾ കണങ്കാല് വരെയല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ വയ്യാത്തതൊക്കെ നമ്മൾ പല പാട്ടുകളിലൊക്കെ നമ്മൾ പാടാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഇനം കണങ്കാൽ അല്ലെങ്കിൽ നരിയാണി, കണങ്കാൽ, ആങ്കിൾ ലെവൽ എന്ന് പറയുമ്പോൾ അതൊരു പ്രാകാരത്തിൻ്റെ അവസ്ഥയിലേ ഉള്ളൂ. ഔട്ടർ കോട്ട് കുറച്ചുകൂടെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് നമ്മെ തന്നെ കീഴടങ്ങി കൊടുക്കുമ്പോൾ അതൊരു അരയോളം, പിന്നെ പിന്നെ മുട്ടോളം, അരയോളം, പിന്നെ നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ പറ്റാത്ത അവസ്ഥയാണ് അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മളിപ്പം വായിച്ചതുപോലെ യുനോ നരിയാണിയോളം അല്ലെങ്കിൽ കണങ്കാലോടെ ആണെങ്കിലും ഭൂമിയിലാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു വെള്ളത്തിൽ നമ്മളിപ്പോൾ അത് പരീക്ഷിക്കണം എന്നല്ല, വെള്ളം നമ്മളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. പക്ഷേ അത് നമ്മളൊരു ഇമാജിനേഷനിൽ നമ്മൾ ഒരു വെള്ളത്തിൽ നടക്കുമ്പം നമ്മുടെ ആ കണങ്കാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആങ്കിൾ ലെവലിൽ വെള്ളം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് നടക്കാം. അത് വെള്ളം അതിൻ്റെ വഴിയെ ഒഴുകുന്നു, എന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളത്തിന് ഒഴുക്ക് അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പറയുന്നു, അങ്ങനെയൊക്കെ. കുറച്ചുകൂടി ഒരു മുട്ടോളമൊക്കെ ആകുമ്പോഴത്തേക്കും അത്രയും ഈസി ആയിട്ട് നമുക്ക് നമുക്ക് ആ വാക്യങ്ങൾക്ക് പരിചയമില്ലേ? യെഹെസ്കേൽ 47 അധ്യായത്തിൽ നമ്മളത് ആ വാക്യങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. യെഹെസ്കേൽ 47 അധ്യായത്തിന് എന്താ നമ്മൾ വായിക്കുന്നത്? യെഹെസ്കേൽ 47 അധ്യായത്തിൽ അവിടെ ഈ പറയുന്ന മൂന്ന് ലെവല് നമ്മൾ കാണുന്നുണ്ട്. മുട്ടോള, അരയോളം, നരിയാണി, മുട്ടോള, അരയോളം, പിന്നെ നീന്തിയിട്ടല്ലാതെ കിടക്കാൻ പറ്റാത്ത എന്നുള്ളൊരു കാര്യം. അവിടെ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? യെഹെസ്കേൽ 47 1-ാമത്തെ വാക്യത്തിൽ അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അപ്പം അത് ഒരു ട്രിക്കിളിംഗ് ആയിട്ട്, ഒരു തുള്ളി തുള്ളിയായിട്ട് തുടങ്ങി അത് കഴിഞ്ഞിട്ട് നദിയുടെ ആ ഒഴുക്കിനനുസരിച്ച് പോകുമ്പോൾ നമ്മളും ക്രിസ്ത്യ ജീവിതത്തിൽ കൂടുതൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ക്രൂശിൻ്റെ വഴിയെ നമ്മൾ പോകുമ്പോഴാണ് എന്താ ഈ വെള്ളത്തിൻ്റെ ലെവൽ കൂടി വരുന്നത്. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളം, നരിയാണി അല്ലെങ്കിൽ കണങ്കാല്, ആങ്കിൾ ലെവലിൽ ആയി. പിന്നെ അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി. 4-ാമത്തെ വാക്യം, വെള്ളം മുട്ടോളമായി. മുട്ടോളം ആകുമ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ചുകൂടെ ശക്തമാണ്. അപ്പോൾ നമുക്ക് അത്ര അങ്ങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് പോകാനൊക്കത്തില്ല. ഒരു ഒഴുക്ക് അത്രയും ഉണ്ട്. അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളം വെള്ളമായി. അരയോളം വെള്ളമായപ്പോഴും എന്താ അവിടെയും വിശുദ്ധ സ്ഥലം തന്നെയാണ്. മുട്ടോളവും അരയോളവും വിശുദ്ധ സ്ഥലം തന്നെയാണെന്ന് വെച്ചാൽ കാല് അപ്പോഴും അരയോളം ആണെങ്കിൽ എവിടെ കാല്? ഭൂമിയിൽ തന്നെ ഉണ്ട്. എന്നാൽ പിന്നെ വെള്ളം നമ്മളെ അങ്ങ് കൊണ്ടുപോവുക, നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ പറ്റാത്ത. അതാ നമ്മൾ 5-ാമത്തെ, അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് കടക്കുവാൻ വയ്യാത്തൊരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കിടക്കുവാൻ വയ്യാത്തൊരു നദിയായി തീർന്നു. അപ്പം എന്താ അവിടെ പിന്നെ നമ്മുടെ കാല്
ഭൂമിയിലില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആന്തരിക പിന്നെ ആത്മീയമായിട്ടുള്ളൊരു അർത്ഥം എന്താ, നമ്മളിപ്പം ഇതിനകത്തിപ്പോൾ നമ്മൾ വായിച്ച ഫീറ്റ് ഇസ് ഓഫ് ദ ഗ്രൗണ്ട് പറഞ്ഞാൽ ഭൂമിയുടെ കാര്യങ്ങൾ ആൾക്കാരെന്ത് പറയും, ഇവരെന്ത് പറയും, അവരെന്ത് പറയും, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ, ആ അല്ലെങ്കിൽ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാ ഈ ലോകം, അതാണ് ഈ ഭൂമി. ആ ഭൂമിയുടെ കാര്യങ്ങളോട് നമുക്കൊരു പറ്റിച്ചേരലും മമതയും ആ കാര്യങ്ങൾ ഇപ്പോഴും നമ്മളെ അലട്ടുകയും ആകുലചിത്തരാക്കുകയും അസ്വസ്ഥരാക്കുകയും അശുദ്ധരാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിപ്പോഴും ഭൂമിയിൽ തന്നെ. പക്ഷെ നമ്മളങ്ങ് എല്ലാം കർത്താവിനങ്ങ് വിട്ടുകൊടുത്ത്, കർത്താവേ ഞാനൊരു കൊച്ചുകുഞ്ഞിനെ പോലെ എന്നെ തന്നെ അങ്ങ് തരുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒഴുക്കിന് നമ്മൾ തന്നെ അങ്ങ് ഒഴുക്കി കൊടുക്കുമ്പോൾ, അങ്ങ് ഒഴുക്കിനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും എന്ന് നമ്മളിവിടെ വായിക്കുന്നേ. മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഇസ് ലൈഫ് ആൻഡ് പീസ്. റോമൻസ് 8:6. ഓക്കെ, വെരി ഗുഡ്. റോമർ 8:6 വാക്യം. അവിടെ ആത്മാവിന്റെ ചിന്ത അല്ലെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മനസ്സ്, നമ്മുടെ മനസ്സ് വിശുദ്ധാത്മന്റെ നിയന്ത്രണത്തിലേക്ക് പോകുമ്പോൾ അവിടെ ജീവനും സമാധാനമാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ജീവന്റെയും സമാധാനവും ആ ഒരു ആ ഒരു ഒഴുക്ക് അതിനനുസരിച്ച് നമ്മൾ നീങ്ങുന്നുള്ളൂ. നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും എന്തെങ്കിലും ഒരു അസ്വസ്ഥത നമ്മുടെ ഹൃദയത്തിലെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങൾ വാഴട്ടെ എന്നാണ് കൊളോസ്യർ 3:15 നമ്മൾ വായിക്കുന്നത്. അതിൽ നമ്മുടെ ജീവിതത്തിൽ റെഫറി ആയിട്ട് സമാധാനമായിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ ആ വാക്യമൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു അല്ലേ. എന്താ ബർബുവോ എന്നുള്ള ആ പദം റെഫറി എന്നുള്ള വാക്കായി ഗ്രീക്കിൽ ഉള്ള ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കർത്താവിനെ ഒരു സമാധാനം, ഏതെങ്കിലും നമ്മുടെ ചിന്തയോ മനോഭാവത്തിലോ വാക്കിലോ പ്രവൃത്തിയിലൊക്കെ ഒരു സമാധാനം നഷ്ടപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ കർത്താവേ അവിടുത്തെ രക്തത്താലിനെ കഴുകണേ കർത്താവേ, അവിടെ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ആ ഒരു സമാധാനത്തിന്റെ വഴിയിൽ, ക്രിസ്തുവിന്റെ സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ജീവന്റെ സമാധാനത്തിന്റെ വഴിയിൽ നമ്മളെ തന്നെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം അവിടെ എന്താ, അവിടെ നമ്മൾ ഈ ഭൂമിയോടുള്ള അറ്റാച്ച്മെന്റ് അങ്ങ് മാറി കർത്താവിന്റെ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകുന്നത്. അതാണ് ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. അതാണ് അതിവിശുദ്ധ സ്ഥലത്തെ ജീവിതം. അവിടെ ജഡം ചിന്തപ്പെട്ടാലേ, നമ്മുടെ സ്വന്തം ഇഷ്ടം ചിന്തപ്പെട്ടാലേ ആ ഫീറ്റ് വുഡ് ബി ഓഫ് ദ ഗ്രൗണ്ട്, നമ്മൾ ആത്മാവിന്റെ തലത്തിലേക്ക്. അവിടെ യുനോ വിശുദ്ധ സ്ഥലത്തും പരിശുദ്ധാത്മാവിന്റെ നിറവൊക്കെ ഉണ്ട്. യുനോ ബോൺ ഓഫ് ദി സ്പിരിറ്റ്, ഫിൽഡ് ബൈ ദ സ്പിരിറ്റ് ആൻഡ് ലെഡ് ബൈ ദ സ്പിരിറ്റ് എന്ന 3 ലെവൽസ്. ആത്മാവിനെ ജനിക്കുന്നു പ്രാകാരം, ആത്മാവിനെ നിറയുന്നു വിശുദ്ധ സ്ഥലം, എന്നാൽ ആത്മാവിനെ നയിക്കപ്പെടുന്നതാണ് അതിവിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്ത് ഒരളവിൽ നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടുന്നു. ആത്മാവിൽ നിറയപ്പെടുന്നു, പക്ഷെ വീണ്ടും നമ്മൾ ഫീറ്റ് ഓൺ ദ ഗ്രൗണ്ട് തന്നെ. അപ്പം അതുകൊണ്ട് വീണ്ടും അത് നമ്മളുടെ ജഡത്തിൻ്റെതായ പല കാര്യങ്ങളും എല്ലാം വരുന്നു. എന്നാൽ ഫീറ്റ് ഓഫ് ദ ഗ്രൗണ്ട് ആവുന്ന എപ്പോഴാണ് നമ്മൾ തന്നെ അങ്ങ് അതുപോലെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ അധികമായിട്ട് നമ്മളെ കർത്താവിന് തുടർമാനമായിട്ട് നമ്മൾ സീറോ ആയിട്ട് ഇപ്പോഴും നമ്മൾ തന്നെ സീറോ ആയിട്ട് താഴ്ത്തിക്കൊണ്ടേയിരിക്കുക. അതാണ് എൻ്റെ രഹസ്യം. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ സീറോ ആയിട്ട് കർത്താവിൻ്റെ മുമ്പാകെ അങ്ങ് താഴ്ത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ആ ജീവന് വഴിയെ തന്നെ നമുക്കങ്ങ് പോകാൻ പറ്റും. അപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്കൊരു ഫ്രീഡം ഇല്ല, ചില കാര്യങ്ങൾ ചെയ്യാനും പറയാനും. പല കാര്യങ്ങൾ തന്നെ നമുക്ക് തന്നെ ഒരു മുൻഗണനയും പ്രയോറിറ്റീസും കാര്യങ്ങളൊക്കെ ദൈവം തന്നെ നമുക്ക് നമ്മളെ മനസ്സിനെ പുതുക്കി ആ ആ ഒരു കർത്താവിൻ്റെ പൂർണ്ണഹിതം അറിയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും എന്നൊക്കെയാണ് റോമർ 12:2 നമ്മൾ വായിക്കുന്നത്. മനസ്സ് ജീവന്റെ ആ ഒരു സമാധാനത്തിന്റെ വഴിയെ പുതുക്കപ്പെടാനും കർത്താവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും ഓരോ കാര്യത്തിലും ഇക്കാര്യത്തിൽ കർത്താവ് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പം ഫ്രണ്ട്സ് പല കാര്യങ്ങൾ പറയുന്നു ചെയ്യുന്നു, അപ്പം നമ്മൾ ദൈവം കർത്താവ് നമുക്ക് എങ്ങനെയാ ഒരു ഫ്രീഡം തരുന്നത്. അപ്പം അങ്ങനെ അതാണ് ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. അപ്പം അതാണ് നമ്മളിപ്പം വായിച്ചത്. അപ്പം നമ്മൾ എഹെസ്കേലിലെ ആ വാക്യം നമ്മളിപ്പം കണ്ടു. യോഹന്നാൻ 7-ാം വാക്യം നമുക്കറിയാം. ദാഹിക്കുന്ന ഏവനും നമുക്ക് ആ വാക്യം എടുക്കണമെങ്കിൽ എടുക്കാം. യോഹന്നാൻ 7-ാം വാക്യത്തിലെ ഉത്സവത്തിന് അവസാനത്തെ ദിനത്തിൽ എന്ത് ഉത്സവമായിരുന്നു? ഇവിടെ കൂടാര പെരുന്നാളായിരുന്നു, ഫീസ്റ്റ് ഓഫ് ബൂത്ത്സ് അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾസ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ യോഹന്നാൻ 7-ാം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ യെരുശലേമിലേക്ക് കർത്താവ് ചെന്ന് ആ ഉത്സവം 7 ദിവസത്തെ ആ ഉത്സവത്തിൻ്റെ അവിടെ അതിൻ്റെ ഒടുക്കത്തെ ദിനത്തിൽ അതാണ് നമ്മൾ യോഹന്നാൻ അതിൻ്റെ 7:37 കർത്താവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ക്രൈഡ് ഔട്ട്. കർത്താവിൻ്റെ ശബ്ദം വീതികളിൽ പോലും കേട്ടില്ലെന്നൊക്കെ യേശയ്യാവ് 42 പറഞ്ഞിരുന്ന
കർത്താവ് അതുപോലെ എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമായിട്ട് കർത്താവ് വളരെ ഭാരത്തോടെ പറയുന്ന ഒരു കാര്യം, ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ബാക്കി പലയിടത്തും യേശു ഇരുന്നുകൊണ്ട് വചനം പറയുന്നത് നമ്മൾ വായിക്കുന്നത്, ഇവിടെ എന്നാൽ പുരുഷാരത്തോട് കർത്താവ് നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പം കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് അതുപോലെ ജീവിത നദികളങ്ങ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയായിരുന്നു. ഒരു പിതാവിൻ്റെ പരിപൂർണ്ണ ഇഷ്ടത്തിൽ ജീവിക്കുന്ന കർത്താവിന് ആത്മാവിനെ അളവ് കൂടാതെ അല്ലയോ പിതാവ് കൊടുത്തതെന്നൊക്കെ നമ്മൾ ഇതേ യോഹന്നാൻ 3:34 നമ്മൾ പലപ്പോഴും ആ റെഫറൻസ് നമ്മൾ എടുക്കാറുള്ളതാണ്. അപ്പൊ അളവുകൂടാതെ ആത്മാവ് കൊടുക്കപ്പെട്ട കർത്താവിൽ നിന്ന് ജീവജലത്തിന്റെ നദികളൊക്കെ അങ്ങ് ഒഴുകുക. അപ്പൊ കർത്താവ് പറയുക, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, തിരുവെഴുത്ത് പറയുന്നത് പോലെ, ആ തിരുവെഴുത്തായിപ്പം നമ്മളിപ്പം വായിച്ച എഹെസ്കേൽ 47 ആ തിരുവെഴുത്ത്. വേറെ റെഫറൻസ് ഒന്നും ഈ ഒരു നദിയുടെ ഒരു റെഫറൻസ്, ഇതുപോലൊരു നദിയുടെ ഒരു ഇങ്ങനെ ഒഴുകുന്ന ഒരു നദിയുടെ റെഫറൻസ് വേറെ എവിടെയും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നില്ല. അപ്പൊ അതാ കർത്താവ് ആ എഹെസ്കേൽ അല്ലെങ്കിൽ എസെക്കിയേൽ, നമ്മൾ ഇംഗ്ലീഷിൽ എസെക്കിയേൽ എന്ന് പറയുമല്ലോ, മലയാളത്തിൽ എഹെസ്കേൽ 47 ആ വാക്യങ്ങൾ കർത്താവ് റെഫർ ചെയ്തുകൊണ്ട് പറയുക, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ, ഒരു നദിയല്ല അനേക നദികൾ എന്ന് വിളിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ആ പാറയാകുന്ന സ്വന്തഹിതം തകർക്കപ്പെടുമ്പോഴാണ് നദികൾ ഒഴുകുന്നത്. ഇസ്രായേൽ മക്കൾക്ക് വെള്ളം എങ്ങനെയായി ലഭിച്ചേ? പാറ അടിക്കപ്പെട്ടു, ആ പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് അത്രയും ലക്ഷങ്ങളോളം ആൾക്കാർക്ക് വെള്ളം കിട്ടണമെങ്കിൽ ചെറിയൊരു അരുവിയൊന്നും പോരാ. അതുപോലെ നദികളായിട്ട് ഒഴുകിയാലേ അത് അത്രയും ഇസ്രായേൽ മക്കൾക്ക് ലക്ഷങ്ങളോളം അവർക്ക് അത്രയും പേർക്ക് കുടിക്കുവാൻ ഉള്ള ഒരു വെള്ളം അന്ന് കിട്ടുമായിരുന്നുള്ളൂ. ഇസ്രായേൽ മക്കൾ എത്ര പേരായിരുന്നു എന്നാണ് പറയുന്നത്? നമ്മൾ സംഖ്യാപുസ്തകത്തിൽ ആ ഒരു സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിൽ ആ ഒരു നമ്പർ പറയുന്ന ഒരു പോർഷനുണ്ട്. സംഖ്യാപുസ്തകം 1-ന്റെ 46 വാക്യത്തില് എണ്ണപ്പെട്ടവർ ആകെ 6,3550 6,3550 പേരായിരുന്നു എണ്ണപ്പെട്ടവർ. ആ മെൻ ഓഫ് വാർ, പുരുഷന്മാര്. അപ്പം സ്ത്രീകളും അതോ ഏകദേശം അത്രയും തന്നെ. അപ്പം 12, പിന്നെ കുഞ്ഞുങ്ങളും കൂടെ ചേർക്കുമ്പോൾ ഒരു 20 ലക്ഷത്തോളം പേര്. 20 ലക്ഷത്തോളം പേർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും? എത്ര വെള്ളം വേണം? നമ്മളിപ്പോൾ ഒരു കോൺഫറൻസിന് ഒരു 500 പേര് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പൈൻഡ് മീറ്റിങ്ങിന് കുറച്ച് ഒരു 10-70 പേര് വരുമ്പോൾ തന്നെ വെള്ളം എത്ര വേണം? അല്ലെങ്കിൽ ഒരു 500 പേരുള്ള ഒരു കോൺഫറൻസിന്, തമിഴ്നാട്ടിലൊക്കെ 1000-2000 പേരുള്ള കോൺഫറൻസിനൊക്കെ എത്ര? അന്ന് ഇത്രയും 20 ലക്ഷത്തോളം പേര് ഉള്ള ആ ഒരു കാര്യം. അപ്പൊ അത്രയും വെള്ളം, പിളർക്കപ്പെട്ട പാറ ആരായിരുന്നു? ആ പാറ ക്രിസ്തു ആയിരുന്നു എന്നൊക്കെ 1 കൊരിന്ത്യർ 10-2-3 വാക്യങ്ങളിൽ ദ റോക്ക് വാസ് ക്രൈസ്റ്റ് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? പിളർക്കപ്പെട്ട പാറ. അപ്പൊ നമ്മുടെ കർത്താവ് മനുഷ്യനായിട്ട് വന്ന കർത്താവിന്റെ ജീവിതത്തിൽ ഒരു സ്വന്തഹിതമാകുന്ന ഒരു പാറയുണ്ടായിരുന്നു. എന്നാൽ ആ സ്വന്തഹിതം പരിപൂർണമായിട്ടും പിതാവിന്റെ വചനത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ആ പാറ സമ്പൂർണ്ണമായിട്ടും പിളർക്കപ്പെട്ട് ജീവിതത്തിന്റെ നദികൾ യേശുവിൽ നിന്നും തുടർമാനമായിട്ട് ഒഴുകുവാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ പാറ പിളർക്കപ്പെട്ടാലേ പിതാവും ക്രിസ്തുവും നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയസിംഹാസനത്തിൽ ആയിരിക്കുകയുള്ളൂ. പാറ പിളർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തോ? നമ്മളുടെ ഒരു സ്വന്തഹിതമാകുന്ന സ്വന്തഹിതം എന്ന് പറയുമ്പോൾ എന്തോ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ചെയ്യണം എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്താണോ ഉള്ളത്, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നമ്മളുടെ ചില മനോഭാവങ്ങളോ വാക്കുകളോ പ്രവൃത്തികളോ ചില വ്യക്തിബന്ധങ്ങളോ ചില ശീലങ്ങളോ ചില പല കാര്യങ്ങളും ആകാം, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട്, ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ എന്താണോ അതാണ് നമ്മുടെ സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു ഈഗോ, ഞാൻ എന്നുള്ളൊരു ആ ഒരു ഭാവം, അഹംഭാവം, ഞാൻ എന്നുള്ളൊരു ഭാവം, അത് പിളർക്കപ്പെടണം. അത് പിളർക്കപ്പെടാനായിട്ട് വചനമാകുന്ന വാളാണ് ഈ തിരശ്ശീല ചീന്തേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അല്ലെങ്കിൽ വചനത്തെ ഒരു ചുറ്റികയോട് ഉപമിച്ച് ആ ഒരു വാക്യമൊക്കെ നമുക്കറിയാം. യെരമ്യാവ് 23-29 അതിന്റെ വചനം ചുറ്റിക പോലെ അല്ലയോ എന്ന് പറയുന്നത്. ആ വാക്യം നമുക്ക് പരിചയമുണ്ട്. യെരമ്യാവ് 23-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യമാണ്. യെരമ്യാവ് 23-29 എന്താ? ഈസ് നോട്ട് മൈ വേർഡ് ലൈക്ക് ഫയർ ഡിക്ലെയർസ് ദി ലോർഡ്, ആൻഡ് ലൈക്ക് എ ഹാമർ വിച്ച് ഷാറ്റേഴ്സ് എ റോക്ക്.
എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ആ ഒരു ചുറ്റിക പോലുള്ളൊരു വചനം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഒരാളോട് ക്ഷമിക്കാൻ നമുക്ക് പ്രയാസമുള്ളൊരു സാഹചര്യം. ഓ, അയാൾ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കൊരു കോപം വരുന്നൊരു സാഹചര്യം, നമുക്കൊരു മോഹം വരുന്നൊരു സാഹചര്യം, നമുക്കൊരു പരാതിയും പെറുവെറുപ്പും അസൂയയും ആകുല ചിന്തകളും ഒക്കെ വരുന്നൊരു സമയം. അങ്ങനെയൊക്കെയുള്ളൊരു പ്രലോഭനങ്ങൾ വരുമ്പം നമ്മുടെ സ്വന്തം ഇഷ്ടം ആ ഒരു രീതിയിൽ അങ്ങ് പ്രതികരിക്കാൻ, ആ ഒരു രീതിയിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം പോലെ അങ്ങ് ചെയ്യാൻ, അല്ലെങ്കിൽ സമയം വേസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ അലസമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും മറ്റുള്ളവരെ വിധിക്കാൻ അല്ലെങ്കിൽ നിഗളിക്കാൻ. പക്ഷേ അവിടെ നമ്മളെ തന്നെ താഴ്ത്തി കർത്താവേ, അവിടുത്തെ വചനം, അവിടുത്തെ ഹിതം, അതിനായിട്ട് ഞാൻ ഈ സമയത്ത് എന്നെ തന്നെ താഴ്ത്തി ഒരു വട്ടപൂജ്യമായിട്ട് എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു, ഒരു ജീവനുള്ള യാഗമായിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടെ എൻ്റെ ഈ ജഡമാകുന്ന ഈ തിരശ്ശീല അല്ലെങ്കിൽ ഈ പാറ ഒന്ന് ഈ വചനമാകുന്ന ചുറ്റികയ്ക്ക് ഒരടി വീഴുക, അവിടെ നിന്ന് പിളർക്കപ്പെടുക. അപ്പം കുറച്ചുകൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ നിന്ന് ഒഴുകി വരാൻ, ഒഴുകി നമ്മുടെ ദേഹത്തിലൂടെയൊക്കെ അത് വെളിയിൽ വരാൻ സാധിക്കുന്നു പറഞ്ഞാൽ, നമ്മുടെ ദേഹിയിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും വാക്കുകളും, നമ്മുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും ഒക്കെ അധികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു. നമ്മളുടെ ദേഹത്തിലൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ടത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ ഓരോ സമയത്തും നമ്മൾ വീണ്ടും വീണ്ടും തകർക്കപ്പെടാനായിട്ട് ഓരോ സാഹചര്യത്തിലും ഇപ്പം കുഞ്ഞുങ്ങളെ പേരൻസ് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ പറയുന്നത്, അപ്പം ഓ, അച്ഛനോട് ഇങ്ങനെ പറയുന്നു, അമ്മേനോട് ഇങ്ങനെ പറയുന്നു, നമ്മുടെ ഒരു റിബല്യസ് ആയിട്ട് നമ്മളങ്ങ് മറുതലിക്കുകയല്ല, മറിച്ച് യേശു എൻ്റെ വചനത്തിന് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ ഒരു നുറുക്കമുണ്ട്. നമ്മുടെ സ്ട്രോങ് വില്ല് ബ്രോക്കൺ ആവുന്നു. അപ്പം അവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് അധികമായിട്ട് ഒന്ന് ഇറങ്ങി നമ്മുടെ ആത്മാവിൽ നിന്ന് ആ ആത്മാവിൻ്റെയും ദേഹിയുടെ ഇടയിലാണ് ഈ പാറ ആകുന്ന തിരശീലയാകുന്ന സ്വന്തം ഇഷ്ടം. അത് അധികമായിട്ട് പിളർക്കപ്പെട്ട് നമുക്ക് അധികമായിട്ട് ഒരു ആത്മാവിൻ്റെ പകർച്ച. അപ്പം അങ്ങനെ എന്താ ഈ നരിയാണി അല്ലെങ്കിൽ കണങ്കാല് മുട്ടുവരെ എത്തുന്നതും പിന്നെ അരയോളം എത്തുന്നതും പിന്നെ നീന്തിയിട്ടില്ലാതെ കിടക്കുക. അപ്പം അങ്ങനെ അനേകം നദികൾ. അപ്പം അങ്ങനെ അപ്പം ആ പാറ എത്ര അധികം ഈ നമ്മുടെ നദികളുടെയൊക്കെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ നമ്മളിതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ കിണറാണെങ്കിലും നദിയാണെങ്കിലും ഒക്കെ അതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഈ പാറ ഇങ്ങനെ അതിൻ്റെ പാറകളുടെ പിളർപ്പിൽ നിന്നാണ് പലപ്പോഴും നദികളൊക്കെ ഇങ്ങനെ ഉത്ഭവിച്ച് വരുന്നത്. അകത്തുള്ള ആ അണ്ടർഗ്രൗണ്ട് വാട്ടറില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്നു എന്നാൽ ആ പരിശുദ്ധാത്മാവ് അങ്ങ് നദികളായിട്ട് ഒഴുകണമെന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് അധികമായിട്ട് നമ്മളിൽ നിന്ന് നിറഞ്ഞ് നമ്മളിൽ നിന്ന് അധികമായിട്ട് ഒഴുകണമെന്നുണ്ടെങ്കിൽ ഈ പാറ പിളർക്കപ്പെടണം. ഇത് സ്വർഗത്തിൽ നിന്ന് ആ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജീവജല നദികൾ ഒഴുകിയതുപോലെ എന്ന് നമുക്കതങ്ങ് വായിച്ചു വിടാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ ഒഴുക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവേ അധികമായിട്ടുള്ളൊരു നിറവും ഒഴുക്കും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വേണം. വലിയൊരു പലരും അങ്ങ് എൻ്റെ ജീവിതം അങ്ങ് ഉണങ്ങി വരേണ്ട അവസ്ഥയിലാണ് എന്നുള്ളൊരു അവസ്ഥയിൽ, ഒരു ശുഷ്കിച്ചിരിക്കുന്ന വരേണ്ട അവസ്ഥയിലാണോ നമ്മൾ? പക്ഷെ മറിച്ച് വലിയൊരു നിറവിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാം. എങ്ങനെ? ഈ ഒരു നുറുക്കത്തിലൂടെ, ഈ ഒരു ക്രൂസിൻ്റെ മാർഗത്തിലൂടെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മളെ തന്നെ മുമ്പാകെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളുടെ വന്ന് നിറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഈ ജീവജല നദി ഒഴുകിയത്, ഈ പളങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി ഒഴുകിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ജീവജല നദികളെ അധികമായിട്ട് ഒഴുകുവാൻ ദൈവം ഇടയാക്കും. നമ്മളുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെയൊക്കെ അത് ആ നദി പോകുന്നിടത്തൊക്കെയും അത് ജീവൻ നൽകിയ കാര്യമൊക്കെ നമ്മൾ വായിച്ച് ലേഹസ്കിൽ അത് വായിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് അടുത്ത ആഴ്ച കോട്ടേജ് മീറ്റിംഗ് ആയിരിക്കുമല്ലോ. അതിന് അടുത്ത ആഴ്ചയൊക്കെ തുടർന്ന് ചിന്തിക്കാമല്ലോ. അപ്പം പോകുന്നിടത്തൊക്കെയും ജീവിപ്പിക്കുന്ന ജീവജല നദി നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ മറ്റുള്ളവർക്ക് കർത്താവിലേക്ക് വരാനും കർത്താവിനെ കുറിച്ച് അറിയുവാനും ഒക്കെ ഒരു പ്രചോദനമാകുന്ന രീതിയിൽ ആയിത്തീരുന്നൊരവസ്ഥ. എത്ര വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പം, കോളേജിൽ ചെല്ലുമ്പം, നമ്മൾ കൂട്ടുകാരെ കാണുമ്പോൾ, നമ്മളുടെ സഹപ്രവർത്തകരെ കാണുമ്പോൾ എല്ലാവർക്കും കർത്താവിൻ്റെ ജീവനെ നൽകാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ അപ്പം അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രഹാമിൻ്റെ അനുഗ്രഹം പോലെ ഭൂമിയിലുള്ള എല്ലാവരും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പം നമ്മളെ ആരെയൊക്കെ കണ്ടുമുട്ടാൻ ഇടയാവുന്നു അവരെല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു ജീവിതം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് ഞങ്ങളെയും വഴി നടത്തണേ കർത്താവേ. അതിനായിട്ട് യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ സ്വന്തം ഇഷ്ടമാകുന്ന പറയെ പിതാവിൻ്റെ മുമ്പാകെ ഏൽപ്പിച്ച് കൊടുത്തതുപോലെ കർത്താവേ, ഞങ്ങളും കർത്താവേ,
ഞങ്ങളെ തന്നെ താഴ്ത്തി സമ്പൂർണ്ണമായിട്ട് ഒരു പൂജ്യമായിട്ട് സമർപ്പിച്ച് ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തകർക്കണമേ കർത്താവേ. ഞങ്ങളുടെ ആ സ്വന്തം ഇഷ്ടത്തെ, ഞങ്ങളുടെ ആ സ്വയജീവനെ അങ്ങ് കർത്താവെ പരിപൂർണമായിട്ടും തകർത്ത് ഞങ്ങളിലേക്ക് ആത്മാവിനെ അളവില്ലാതെ പകർന്ന് ഞങ്ങളിലൂടെ കർത്താവ് എല്ലാവർക്കും അത് ഞങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായിട്ട് അവിടത്തേക്ക് ഒരു സൗരഭ്യവാസനയായിട്ട് ജീവന സമൃദ്ധിയായിട്ടായി തീരേണ്ടതിനായിട്ട് ഞങ്ങളെ അങ്ങ് സഹായിക്കണം. അങ്ങ് മാത്രം ഞങ്ങളുടെ ജീവിത സിംഹാസനത്തിലായിരിക്കട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിന് നമുക്ക് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പക്കാർക്കും കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായിട്ട് കർത്താവ് ഈ ഒരു അനുഭവം, കർത്താവ് ഈ ആത്മനിറവിൻ്റെ നുറുക്കത്തിൻ്റെ ആത്മനിറവിൻ്റെ ഒരു അനുഭവം അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരാൻ അവിടുന്ന് പറഞ്ഞല്ലോ കർത്താവെ. ഞങ്ങൾ ദാഹത്തോടെ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു, വിശ്വസിക്കുന്ന കർത്താവെ. അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണം, അവിടുന്ന് ഞങ്ങളെ തകർക്കണം, നിറയ്ക്കണം കർത്താവെ. ജീവജല നദികൾ ഒഴുക്കണം. നന്ദി യേശുവേ, നന്ദി. അവിടുന്ന് അത് ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാട്ടിൽ തന്നെ. ആമേൻ, ആമേൻ.